ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവും മധുരവും അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ കേൾവിക്കാരാകുന്ന നിങ്ങൾക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നു, ദൈവത്തോട് അടുപ്പിക്കുവാൻ കാരണമായി തീരുന്നു എന്നൊക്കെ നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ നമ്മളോടൊന്നിച്ച് കടന്നു വന്നിരിക്കുന്ന ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവദാസനെ സ്തോത്രം. ഓക്കെ, എവിടെ നിന്നാണ് ദേവദാസൻ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ്, വിരുദനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണല്ലോ ആയിരിക്കുന്നത്. അതെ, ഞങ്ങൾക്കൊരു സഭയുണ്ട്. സഭയിലെ 10-30 വിശ്വാസികളുണ്ട്. കർത്താവിന്റെ വേല ഫുൾ മുഴുനേര ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. ഫുൾ ടൈം ദൈവത്തിന്റെ വേല. ഓക്കെ, സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നതിന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പകലിൽ അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഇന്ന് പകലിൽ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന സാക്ഷ്യങ്ങൾ കേൾവിക്കാരായ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ജോയ്സിലൂടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അതേ പലരെയും ദൈവത്തോട് അടുപ്പിക്കുന്നതിന് മുഖാന്തരങ്ങളും കാരണമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണം. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. തുടർന്നുള്ള സമയങ്ങൾ കർത്താവ് ദാസന്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാനൽ മുഖാന്തരം എന്റെ അനുഭവവും സാക്ഷ്യവും എന്നെ കുറിച്ച് മറ്റവർ കാണുവാനും കേൾക്കുവാനും ദൈവം ഈ ഒരുക്കി തന്ന അവസരത്തിനായി ആദ്യമായി കർത്താവിൽ നന്ദി പറയുന്നു. ഇത് കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്ന ദൈവത്തിന്റെ ദാസനും എന്റെ ഹൃദയത്തിന് നന്ദി പറയുന്നു. കർത്താവിന്റെ സാക്ഷിയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് ആദ്യമായി ഞാൻ പറഞ്ഞുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് മഹാലിംഗം എന്നാണ്. എന്റെ സ്വന്തം പേര് മഹാലിംഗം. ഞാൻ വസിക്കുന്നത് തമിഴ്നാട്ടിൽ വിരുദനഗർ എന്ന് പറയുന്ന സ്ഥലത്ത്. കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്ന എന്റെ സാക്ഷ്യം, എന്റെ അനുഭവങ്ങളൊക്കെ വളരെയേറെ ഞാൻ ഒരുപാട് പല സ്ഥലത്തിലും ദൈവം എന്നെ ഉപയോഗിച്ചു വരുന്നു. എങ്കിലും ഇതിൽ കൂടി കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോട് നമ്മൾ ഇതിനകത്ത് കിടക്കാൻ ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. എനിക്കിപ്പോ ഒരു പേര് വെച്ചിട്ടുണ്ട്, ബെഞ്ചമിൻ എന്നാണ്. മഹാലിംഗം എന്ന പേരിനെ മാറ്റിയിട്ടില്ല, അതാണ് അറിയപ്പെടുന്നു. എങ്കിലും കർത്താവിന്റെ ദാസന്മാർ ചേർന്ന് എനിക്ക് ബെഞ്ചമിൻ എന്ന പേരും കൂടി വെച്ച് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ ആരാണ്, എങ്ങനെയായിരുന്നു, എന്റെ ജീവിതം ആയിരുന്നു എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഇതിൽ പറയാൻ ദൈവം എനിക്ക് ഒരുപാട് അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു നാടോടി ജനത്തിൽപ്പെട്ടവനാണ്. നാടോടി ജനങ്ങൾ എന്ന് പറയുമ്പോ ഇന്ത്യയിൽ തന്നെ 20ഓളം നാടോടി ജനങ്ങളുണ്ട്. ആ ഒരു ഗണത്തിൽ പെട്ട ഒരു കുടുംബത്തിൽ പിറക്കപ്പെട്ടവനാണ് ഞാൻ. ഞങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ നാടാറു മാസം കാടാറു മാസം എന്ന് പറഞ്ഞ് ഈ നടക്കുന്ന ഒരു വ്യക്തികളാണ്. നിങ്ങളൊക്കെ കണ്ടു കാണും. ഈ റോഡിന്റെ അരികിൽ താവളം അടിച്ചു, ടെന്റ് മടിച്ചു, ഇങ്ങനെ റോഡിന്റെ അരികിൽ ജീവിച്ചു, കടവറന്തിയിൽ കിടന്നും ഇങ്ങനെ ആൾക്കാരൊക്കെ ഒരു 20-30 കൊല്ലത്തിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ കണ്ടു കാണും. അതുപോലെ തന്നെ ഞാനും ഒരു ജീവിതം, എനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ നാടാറു മാസം കാടാറു മാസം എന്നൊക്കെ നടന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ കൂട്ടർ എന്ന് പറയുമ്പോ എവിടെയൊക്കെ ആയിരുന്നത്, ചോറ് കെട്ടുന്ന ഇടം സ്വർഗം എന്ന് ബൈബിൾ തമിഴിലെ ഒരു വാക്കുണ്ട്, ചോറ് കണ്ട ഇടം സ്വർഗം എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ തന്നെ വച്ചു പിടിക്കും, അവിടെ തന്നെ കിടന്നുറങ്ങും, അവിടെ തന്നെ അന്ത്യം ഉറങ്ങും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതമായിരുന്നു. നല്ല ഉടുപ്പ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തികളാണ് അല്ല, നല്ല നിക്കർ ഇട്ടിട്ടില്ല. അങ്ങനെയൊക്കെ കിട്ടുന്നതൊക്കെ തെരുവുകളിലും വീടുകളിലും കയറി ചെന്ന്
ഉച്ചഭക്ഷണമായിരുന്നാലും രാവിലെ ആയിരുന്നാലും അങ്ങനെ കൈനീട്ടി മേടിച്ച് കഴിച്ച് ജീവിച്ചു പോകുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ കൂട്ടെന്ന് പറയുമ്പോ ഇത് ലോകത്തിന് കാണുന്ന ഒരു കൂട്ടമാണ്. പക്ഷേ ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ലോകം അറിയാതെ ഒരു ജീവിതം ഞങ്ങളുടെ കൂട്ടത്തിനും ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിപ്പിച്ചത്. ഞങ്ങളുടെ കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാരല്ല. നിങ്ങളൊക്കെ ഇവിടെ കേട്ട് കാണും, 2000-ലൊക്കെ ഞങ്ങളുടെ ആൾക്കാരെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ഗവൺമെന്റ് തന്നെ ഓർഡർ ഇട്ട ഒരു കൂട്ടങ്ങളാണ്. ഞങ്ങളുടെ 2000-ൽ തമിഴ്നാട് ഗവൺമെന്റ് കരുണാനിധി അപ്പൊ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഇവരൊക്കെ വെടിവെച്ച് കൊള്ളണം എന്നുള്ള ഒരു തീരുമാനം കൂടി എത്തിയായിരുന്നു. കാരണം അതുപോലെ ഈ ജനക്കൂട്ടം ചെയ്യുന്ന ഒരു ക്രൂരവൃത്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പണം മാത്രം ലക്ഷ്യം വെച്ച്, സ്വർണം മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു കൂട്ടത്തിൽ പിറന്നവനാണ് ഞാൻ. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോ എനിക്ക് ആദ്യമുത കാലത്തിലൊക്കെ ഇങ്ങനെയൊക്കെ താല്പര്യമില്ലാമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ജീവിതം നയിക്കണമെന്നൊരു ആഗ്രഹമില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ എനിക്കും ഒരുപാട് വിശപ്പും ഉണ്ടായി. ഒരുപാട് വിശപ്പെന്ന് വെച്ചാൽ ഒരു 7 വയസ്സ് കാണും. അപ്പോഴൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടില്ല, പഠിക്കാൻ പോയിട്ടില്ല, പഠിക്കാൻ എൻ്റെ അമ്മച്ചനെ വിട്ടിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ആരും തന്നെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ദൈവമാണ് എന്നെ മാനിച്ച് ഒരു പഠിച്ച വ്യക്തിയെ പോലെ ഇന്ന് ദൈവത്തിന്റെ സദ്യയിലേക്ക് ദൈവം എന്നെ നിർത്തി വെച്ചിരിക്കുന്നു. ഒരു ലോകത്തെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദോഷത്വമായ ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിന് ഞാനൊരു ഉത്തമ സാക്ഷിയാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനികളെ എല്ലാം ദൈവം ലജ്ജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ മധ്യയിൽ എന്നെ രാജാക്കന്മാരുടെ മധ്യയിലും ദൈവം അത് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാം, അതൊക്കെ നമുക്ക് കടന്നു പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ 7 വയസ്സാകുമ്പോ ഞങ്ങളുടെ സ്ഥലത്തിൽ തന്നെ ഒരു അമ്പലങ്ങളൊക്കെ ഉണ്ട്, ഒരു വലിയ അമ്പലങ്ങളുള്ള സ്ഥലങ്ങളാണ്. ഞങ്ങൾക്ക് വിശപ്പും ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് അമ്മയെ വിശക്കുന്നെന്ന് പറയുമ്പോ എൻ്റെ അമ്മ പറയുന്ന മൊതോ വാക്ക് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു കലമുണ്ടാകും, ഒരു പാത്രം, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരു ഒഴിഞ്ഞ പാത്രമായിരിക്കും. അത് എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പട്ടണത്തിലേക്ക് എന്നെ ഇറക്കി വിടും. നീ ചെന്ന് ചോറ് മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾക്കും മേടിച്ചോണ്ട് വാടാ എന്ന് പറഞ്ഞ് എന്നെ അയച്ചുവിടും. അങ്ങനെ ഞാൻ തെരുക്കളിൽ ചെന്ന് കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ മോനെ ഞാൻ ബൈക്കിൽ കയറ്റിക്കൊണ്ട് ആ തെരുവുകളിൽ കൂടി വരുമ്പോ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മോനെ, ഈ ഭാഗത്തൊക്കെ അച്ഛൻ പിച്ച എടുത്തിട്ടുണ്ടടാ, ഈ റോഡിൽ കിടന്ന് ഞാൻ പിച്ച എടുത്തിട്ടുണ്ടടാ എൻ്റെ മോനോട് പറയുവാനിട. ആ ഭാഗത്ത് ഞാൻ ബൈക്ക് ഓട്ടിച്ചുകൊണ്ട് വരുമ്പോ എന്റെ കർത്താവിനെ ഞാൻ മഹത്വകരിച്ചുകൊണ്ട് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം എന്നറിയാമോ, ഞാൻ ഈ തെരുക്കലിലേക്ക് എന്നെ കിടന്നു ഉറങ്ങിയതും ഒരു നേരം ആഹാരത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി പല വീടുകളിൽ വാതുക്കളിൽ നിന്ന് തട്ടിമുട്ടിയപ്പോ എന്നെ പുറത്തിറക്കിയതായിരിക്കുന്ന അനുഭവങ്ങളെ എനിക്ക് കണ്ടുമുട്ടി. ആ വഴിയിൽ കൂടി എന്റെ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എന്നെ ദൈവം നടത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോ എന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോകുന്നു. അതുകൊണ്ട് കേൾക്കുന്നവർ നിങ്ങൾ കണ്ണുകൾ നിറയാതെ കേൾക്കണം. അപ്പൊ അങ്ങനെ ആയിക്കൊണ്ട് വന്ന കാലഘട്ടത്തിലേക്ക് 7 വയസ്സാകുമ്പോ ആദ്യമായിട്ട് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഒരു കടവരാന്തയിൽ പോയപ്പോ നല്ല ഒരു കൊയ്യാപ്പഴം, തമിഴില് പറഞ്ഞ കൊയ്യാപ്പഴം, അവിടെ മലയാളത്തിൽ പറയുമ്പോ പേരിക്കായ എന്ന് പറയും. അപ്പൊ ആ പേരിക്കായെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശപ്പ്. അപ്പൊ 7 വയസ്സാണ്, എന്റെ മോൻ ഇപ്പൊ 8 വയസ്സായിട്ടുള്ള. അവന്റെ പ്രായത്തിൽ തന്നെ ആ സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഞാൻ ആദ്യമായിട്ട് ആ ഒരു പഴം എടുക്കുവാനിടയായി. ആ പഴം എടുത്ത് കഴിക്കുന്ന മുമ്പ് തന്നെ ആ ഉടമസ്ഥൻ ഓടി വന്ന് എന്റെ ഉച്ചും തലയിൽ പിടിച്ചോണ്ട് ആ പഴമും പിടിച്ച് മേടിച്ചിട്ട് എന്റെ ചെവിക്കൽ ഒരെണ്ണം നല്ല ശരിക്ക് ഒരെണ്ണം തന്ന് ഇപ്പൊ തന്നെ മോട്ടിക്ക് വാടാ എന്ന് പറഞ്ഞ് എന്നെ ഇറക്കിവിടും. പക്ഷെ എന്റെ വിശപ്പിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, എന്റെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ മോട്ടിച്ചതായി മാത്രം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ അമ്മ പലപ്പോഴും ഇതുപോലെ റോഡ് സൈഡിൽ ഇറക്കി വിടും. എന്റെ അമ്മ നല്ല ഒരു ആഹാരം ഞങ്ങൾക്ക് വച്ചു തന്നിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ നല്ല 1-ാം തരം ഒരു കുടിയണം, എന്റെ ഭയങ്കര കുടികാരനാ. അച്ഛൻ മാത്രമല്ല അമ്മയും നല്ല ഒരു കുടികാരിയാ. ഞങ്ങളുടെ കൂടെ പറഞ്ഞ എല്ലാവരും കുടിക്കുന്നവരാ. ഞങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു സൈഡ് നിങ്ങൾ കണ്ടു കാണും, പണ്ടത്തെ കാലത്തിലുള്ള സംഭവമാണ് പറയുന്നത്. ഒരു സൈഡ് കൊച്ചിനെ ഇങ്ങനെ തൂക്കി വെച്ചിരിക്കും, ഒരു സൈഡ് ഭ്രാന്തി കുപ്പി കാണും. ഭ്രാന്തിയല്ല, അന്നത്തെ കാലത്തിൽ പട്ടച്ചാരായമാണ്. ഒരു സൈഡ് പട്ടച്ചാരായമും ഒരു സൈഡ്
കൊച്ചുങ്ങളെയും പൂക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ്. കൊച്ചിന് പാല് കൊടുക്കുന്നോ അറിയത്തില്ല, പക്ഷെ അവര് മേടിച്ചു കുടിക്കുന്നതിന് ഒരു കുറവ് വരത്തില്ല. അങ്ങനെ ഒരു വ്യക്തി ജീവിതമാണ് ഞങ്ങളുടെ കുടുംബമായിരുന്നു. പാരമ്പര്യമായിട്ട് പറയുന്നത് ഒന്നുമേ ഇല്ല. പാരമ്പര്യമായി പറയാനുള്ള ഒരേ ഒരു കാര്യമുണ്ട്. അച്ഛൻ നല്ല ഒരു കുടികാരൻ, അമ്മ നല്ല ഒരു കുടികാരി. അച്ഛൻ നല്ല ഒരു മോഷ്ടാവ്, നല്ല ഒരു മോഷ്ടാവ് എന്നാണ് ഞങ്ങളുടെ ജനങ്ങളുടെ മധ്യയിൽ എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നത്. ഏത് രീതിയിലും ഏത് വീടുകളെയും തെടന്നു പോയി അവരെ അടിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് പണം സമ്പാദിച്ചിട്ട് വന്ന് അത് മുഴുവനും കുടിച്ച് തീർക്കുന്നവരെ പല്ലുപോലും തേക്കാത്ത ഒരു അച്ഛൻ, പേരെടുത്ത അച്ഛന്റെ ഒരു മകനാണ് ഞാൻ. പല്ലുപോലും തേക്കത്തില്ല. അത് രാവിലെ മുഴുവൻ വൈകുന്നേരം വരെ കുടിച്ചു തീർത്തിട്ട് ആ പൈസ തീർന്നവരെ പല്ല് തേക്കത്തില്ല. പൈസ തീർന്ന ശേഷമേ പല്ല് തേച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ വരും. മക്കളെ നോക്കത്തില്ല, പിള്ളേരെ നോക്കത്തില്ല, ഭാര്യയെ നോക്കത്തില്ല, ആരെയും നോക്കത്തില്ല. പുള്ളിക്കാരന് ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ, മോഷ്ടിക്കണം, അതുകൊണ്ട് വന്ന് കള്ളു കുടിക്കും. ഇതാണ് എന്റെ അച്ഛന്റെ ജീവിതമായിരുന്നു. ഈ ജീവിതം എന്റെ അച്ഛന്റെ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടുമൊത്തവർക്ക് അതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ പോയിരുന്നു. പക്ഷെ ഞങ്ങൾ നാട്ടിനകത്ത് പോയി ജീവിക്കത്തില്ല. നാട്ടിനകത്ത് കയറിപ്പോയി വീടുമായിട്ട് നാട്ടുകാരുമായിട്ട് അങ്ങക്ക് ബന്ധം കാണത്തില്ല. ഞങ്ങൾ എപ്പോഴും താമസിച്ചാലും വീട് വിട്ടയച്ചിട്ട്, നാട് വിട്ടയച്ചിട്ട്, നമ്മുടെ ഗ്രാമങ്ങളൊക്കെ വിട്ടയച്ചിട്ട് കുറെ കാടിന്റെ അകത്താണ് ഞങ്ങൾ താമസിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. രാത്രി ആകുമ്പോ 7 മണി 8 മണി ആകുമ്പോ പെതുക്കെ നടന്നു പോയി വീടുകളിൽ ചെന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന് അവിടെ തന്നെ കിടക്കും. രാവിലെ ആകുമ്പോ കാട്ടിനകത്ത് വേട്ടയാടും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും, തിന്നും. പക്ഷെ വലിയ ആൾക്കാര് രാത്രി ആകുമ്പോ മോശമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ജീവിതം. സാധാരണപ്പെട്ട ഒരു കൂട്ടമല്ല. ഇപ്പൊ ഞാന് തിരക്കി, ഞങ്ങളുടെ ജനങ്ങളെ തിരക്കി, ഞങ്ങളുടെ ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് എല്ലാം തിരക്കി നോക്കിയപ്പോ ഞങ്ങളുടെ ജനങ്ങൾ 1 കോടി ലക്ഷത്തിന് അധികമായിട്ട് ആൾക്കാർ ഇപ്പോ ഈ ലോകത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇവരുടെ ഇടയിലാണ് ഈ കർത്താവിന്റെ സാക്ഷി പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ജീവിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ തെരുക്കിൽ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ട് പട്ടണത്തിലേക്ക്. അവിടെ റേഡിയോ ശബ്ദം കേൾക്കും. ഈ റേഡിയോ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കും ഒരു വലിയ കല്യാണം നടക്കുക. ആ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ല ഒരു ഭക്ഷണം കിട്ടും, നല്ല ഒരു ആഹാരം കിട്ടും. അന്നത്തെ ഒരു ദിവസം നല്ല ഒരു ആഹാരം കിട്ടും എന്നുള്ള സന്തോഷത്തോടെ ഇങ്ങനെ തെരുക്കളിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയി കല്യാണ വീട്ടിൽ മുറ്റത്ത് പോയി ഇരിക്കും. മുറ്റത്തിരിക്കുമ്പോ സംഭവം എന്താ നടക്കുന്ന അറിയാമോ? ആരും ഞങ്ങൾക്ക് വന്ന് ഇലയിലോ ചോറ് വെച്ച് തരത്തില്ല, ഞങ്ങളുടെ പാത്രത്തിൽ ചോറ് വെച്ച് തരത്തില്ല. അവർ വലിയ ഒരു പാത്രം എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഈ ചോറും കറി എല്ലാം ഒരുമിച്ച് അതിനകത്ത് ഇട്ടയച്ചിട്ട് ഈ മുകളിൽ നിന്ന് ഈ ചോറ് ഇറക്കി തരും. ഇറക്കി തന്ന് താഴെ കൊണ്ടുവന്ന് വെച്ച ശേഷം ഞങ്ങളൊക്കെ പോയി അവിടെ, ഞങ്ങൾ മാത്രമല്ല ഒരുപാട് ജനങ്ങൾ കാണും, ഇവരൊക്കെ ഓടിപ്പോയി അവരവരുടെ പാത്രത്തിൽ ചോറ് വാരിക്കൊണ്ട് പോയി വെച്ച് കഴിക്കണം. അതിനകത്ത് എന്തുകൊണ്ടായിരിക്കും? പായസം ഉണ്ടായിരിക്കും, പപ്പടം ഉണ്ടായിരിക്കും, എല്ലാം അടിച്ച് കുളച്ച് വെച്ചിരിക്കും. ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല ഒരു ആഹാരം. ഇതാണ് കഴിച്ചത്. ഒരു ദിവസം ഒരു കാര്യം പറയാൻ വേണ്ടി പറയുന്നു പോയിരുന്നു. ഒരു ദിവസം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മച്ചി അതിനകത്ത് തന്നെ വീഴാനിടയായി. വലിയ പാത്രമാണ്. അമ്മച്ചി ചോറ് കോരുന്ന മുമ്പ് തന്നെ അമ്മച്ചി അതിനകത്ത് വീഴാനിടയായി. പക്ഷെ അമ്മച്ചി ആരും നോക്കിയില്ല. അമ്മച്ചിയെ വിളക്കി തേച്ചിട്ട് അതിനകത്ത് ആ ഭക്ഷണം കോരിക്കൊണ്ടുപോയി കഴിച്ച് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മധ്യയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായപ്പോ ഒരു സമയത്ത് രണ്ടാമത്തെ ഒരു അനുഭവം, ഞാനിങ്ങനെ ഒരു കല്യാണ പന്തി നടക്കുന്ന സ്ഥലത്തിലേക്ക് ഇങ്ങനെ കയറി പോകാനിടയായി. കയറിപ്പോയപ്പോ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഞാനും ചെന്ന് അവിടെ, അപ്പൊ എനിക്കൊരു 9 വയസ്സ് കാണും. അപ്പൊ ഞാൻ അവിടെയും ചെന്ന് ഒരു നിക്കർ മാത്രം ഇട്ടോണ്ട്, ഉടുപ്പില്ല, നിക്കർ മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ കിടന്ന് കുറച്ച് ആഹാരം മേടിച്ച് കഴിച്ചിട്ട് പോകാന്നുള്ള വിചാരിച്ചു പോയി. പക്ഷെ പോയപ്പോ എന്റെ മുമ്പിൽ തന്നെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണങ്ങളാണ്. എല്ലാം വച്ചിട്ട് നോക്കി കൈയെടുത്ത് വായി വെക്കുമ്പോ തന്നെ ഒരുത്തർ വന്ന് എന്റെ മുഖത്തേക്ക് നോക്കി, നീ ആരാടാന്ന് ചോദിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ആളാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് എനിക്ക് വേണ്ടി വെച്ച ഭക്ഷണമല്ല, ഇത് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി വെച്ച ഭക്ഷണമാണ്, നീ ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞ് ആ ഭക്ഷണം എടുത്ത് വായിക്കകത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ ഇറക്കി വിടുവാനിടയായി. അപ്പൊ 7 വയസ്സ് 9 വയസ്സായി. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം രണ്ടാമത്തെ ഉണ്ടായി. പിന്നെ എന്റെ അമ്മ, എനിക്ക് നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല നെൽച്ചോറ് കിട്ടത്തില്ല, നല്ല അരി കിട്ടത്തില്ല. എന്റെ അമ്മ അരി എവിടെ പോയി എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ഗുഡോണിൽ ചെന്നിട്ട്, അരി ഇറക്കുന്ന ഗുഡോണിൽ ചെന്നിട്ട് ഈ അരിയൊക്കെ ഇറക്കിയ ശേഷം അതിന്റെ ബാലൻസ് ഒക്കെ തട്ടി താഴെ കിടക്കുമല്ലോ, അതൊക്കെ ആ ലോറി കാത്ത് നിന്ന് വെളിയിലേറ്റ് തള്ളിവിടും. അത് എന്റെ അമ്മ
താഴെ വീണാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ താഴെ കിടക്കുന്നതൊക്കെ വാരി എടുത്തോണ്ട് വന്ന് എന്റെ അമ്മ അതിന് കല്ല് മണ്ണൊക്കെ മാറ്റി വെച്ചിട്ട് അത് വെച്ച് ആണ് ഞങ്ങൾക്ക് കഞ്ഞി വെച്ചത്. അന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് നെൽച്ചോറ് അരി. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം പിന്നെ വന്നപ്പോ ഒരു 11-12 വയസ്സാകുമ്പോ എനിക്ക് ഒരു പണിയെടുക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ പണിക്ക് വേണ്ടി പോകാൻ തുടങ്ങി. പണി എന്തോന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കണ്ടു കാണും, നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലും പല സ്ഥലത്തിലേക്ക് കല്ല് കുത്തുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അരകല്ലും ആട്ടുകല്ലും അമ്മികല്ലും കൊത്തി അവരിൽ നിന്ന് ഭക്ഷണം മേടിച്ച് സാധനം മേടിച്ച് കഴിച്ച് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ആദ്യമായി ഞാൻ തുടങ്ങിയത്. ഞാൻ കല്ലുകൊത്താൻ വേണ്ടി തുടങ്ങി. നാടുകളിൽ കല്ലുകൊത്താൻ വേണ്ടി ഇറങ്ങിപ്പോയപ്പോ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്തിലേക്ക് കല്ലുകൊത്താൻ വേണ്ടി ഇറങ്ങിപ്പോയപ്പോ ഒരു വീട്ടിൽ ചെന്ന് അവര് കല്ലുകൊത്താൻ പറഞ്ഞു. അരകല്ലൊക്കെ കൊത്തി കൊടുത്തിട്ട് ആ അമ്മച്ചി പറഞ്ഞു, വിശക്കുന്നുണ്ടോ മോനെ എന്ന് ചോദിച്ചു. അതേ അമ്മച്ചി, എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എനിക്ക് വിശപ്പ് ഒരുപാട് ഉള്ളായിട്ട് ആഗ്രഹത്തോടെ പറഞ്ഞു, വിശക്കുന്നുണ്ട് അമ്മച്ചിനെ കഴിക്കാന്ന് പറഞ്ഞു. ആ അമ്മച്ചി പറഞ്ഞത് ഒരു കല്ല് കാണിച്ചു തന്നു. അവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പട്ടിയിൽ കല്ലെന്ന് പറയും. ഒരു നീളത്തിൽ ഒരു കല്ല് കാണും. ആ കല്ല് ഇങ്ങനെ താഴെ വിരിച്ചു വിട്ട് കാണും. ആ കല്ലിനകത്ത് എന്നെ കൊണ്ടുപോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് അവരുടെ പാത്രത്തിലാണ് ആഹാരം വെച്ച് എന്റെ കയ്യിൽ കൊണ്ട് തരാൻ വേണ്ടി പോകുന്നു, അങ്ങനെ വിചാരിച്ചു. അവർ പറഞ്ഞത് ഒരു സൈഡ് പട്ടിയാണ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ സൈഡിൽ എന്നെ ഇരിക്കാൻ പറഞ്ഞു. ആ പട്ടി വയ്ക്കുന്ന അടുത്ത് തന്നെ ആ കല്ലിനകത്ത് എനിക്കും ഭക്ഷണം തരുവാനിടയായി. ഞാൻ ഭക്ഷണം കഴിച്ചില്ല, എഴുന്നേച്ചിട്ട് പോകുവാനിടയായി. കാരണം എന്താണെന്നറിയാമോ? അവരുടെ പാത്രം തൊടുവാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങളെ പുറത്തേക്കിയത്. അപ്പോൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ വേദനയിടുന്ന സംഭവങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ അധികമായി കടന്നു വന്നപ്പോ ഒരു രാത്രിയിൽ ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുമ്പോ എന്റെ അമ്മച്ചി പറഞ്ഞു, നമ്മുടെ അമ്മാവന്റെ വീട്ടിലേക്ക് പോകാടാ, എന്നേക്ക് ഭക്ഷണം നമുക്ക് കിട്ടും എന്ന രീതിയിലേക്ക് എന്നെ കൊണ്ടുപോയി വിടുവാനിടയായി. ഞങ്ങൾ മാത്രമല്ല, എന്റെ അമ്മയ്ക്ക് 7 മക്കളുണ്ട്. 7 മക്കളും ചേർന്നാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷെ അവിടെ പോയപ്പോ അമ്മാവന്റെ വീട്ടിൽ കഞ്ഞിവെള്ളം പോലും തരുവാൻ ഇടയായില്ല. അന്ന് രാത്രിയില് അവിടെ കടന്നു വന്ന് പിന്നെയും ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഒരു വീട്ടിലേക്ക് കുടിലിന്റെ വീട്ടിലാണ് ഉറങ്ങിയതൊക്കെ. അവിടെ ഉറങ്ങി ജീവിച്ചു വന്നു. ഇങ്ങനെയൊക്കെ കടന്നു വന്നപ്പോ ഒരുപാട് രാത്രിയാകുമ്പോ വിശപ്പ് എപ്പൊക്കെ ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ തെരുവുകളിലേക്ക് കടന്നു പോയാണ് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട്. നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല, നല്ല ആഹാരം കിട്ടിയിട്ടില്ല, നല്ല തുണി കിട്ടിയിട്ടില്ല, നല്ല സ്നേഹം കിട്ടിയിട്ടില്ല. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ആരുടെടുത്തും ഒരു സ്നേഹം കിട്ടാതെ ഒരു വിരുക്കപ്പെട്ട ഒരു ജീവിയെ പോലെ, ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യനെ പോലെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് കർത്താവിന് വേണ്ടിയ ഒരു മനുഷ്യനായി ദൈവം മാറ്റിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ജീവിച്ചു കൊണ്ട് വരുമ്പോ തന്നെ ഒരു കാലഘട്ടം 20 വയസ്സ് എനിക്ക് തികഞ്ഞു വരും. അപ്പാണ് 20 വയസ്സുണ്ടാകുന്നത്. അപ്പൊ ഞാൻ പല ജോലിയും ചെയ്യും, എല്ലാ ജോലിയും ചെയ്യും. കക്കൂസ് വാരിയിട്ടുണ്ട്, ഞാൻ തെരു കൂട്ടിയിട്ടുണ്ട്. എല്ലാം ചെയ്യാത്ത ഒരു ജോലികളില്ല. എല്ലാ ജോലിയും കൊടറിപ്പേർ പാത്തിട്ടുണ്ട്, കത്തി പിച്ചാത്തേക്ക് മൂർച്ച വയ്ക്കുന്ന പണി നോക്കിയിട്ടുണ്ട്, മേസ്ത്രി പണിക്ക് പോയിട്ട് ചെയ്യാത്ത പണികളൊന്നും എല്ലാം ചെയ്ത് നോക്കിയിട്ട് ജീവിതത്തിലേക്ക് മുന്നേറാനുള്ള ഒരു മാർഗം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ചത് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ കർത്താവ് മുന്നമേ എന്നെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആരും അധ്വാനിച്ച് മുന്നേറി ജീവിച്ചവർ ആരും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അധ്വാനത്തിൽ കൂടി ജീവിച്ച് മുന്നേറ്റി വന്നവരെ അനേക പേരുണ്ട്. പക്ഷെ എന്നെ കർത്താവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത എല്ലാ പണിയിലും എനിക്ക് പരാജയം തന്നെ ഉണ്ടായിരുന്നു. ഒരു മുന്നേറ്റമില്ല. ഒരുപാട് ഒരുപാട് കടക്കാരനായി പോയി. കടൻ മേടിച്ചു. ഞങ്ങൾ മേടിച്ചു വെച്ചിരുന്ന ഒരു 1.5 സെന്റ് സ്ഥലം, ആ 1.5 സെന്റ് സ്ഥലം പോലും ജപ്തി ചെയ്യാൻ ആൾക്കാർ വന്ന് ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങളെ തെരുവുകളിലേക്ക് ഇറക്കിയിട്ട് എന്റെ അമ്മയെ ചവിട്ടി പുറത്താക്കുവാൻ അടിക്കുവാനിടയായി. അപ്പൊ എനിക്ക് ഒരു 19 വയസ്സ് കാണും. അപ്പോഴാണ് എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത തോന്നി വരുന്നത്. ഞാൻ യഥാർത്ഥമായി ഇത്ര വർഷം ജീവിച്ച ജീവിതം വേറെ ഏതൊക്കെ ജീവിതമായിരുന്നാലും ഈ 19 വയസ്സ് കഴിഞ്ഞു വരുമ്പോ എന്റെ ജീവിത രീതി മാറുവാനിടയായി. അത് എങ്ങനെ മാറി എന്ന് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ അമ്മയെ പുറത്തടിച്ച് ഇറക്കിയപ്പോ എനിക്കൊരു മനസ്സിൽ തോന്നി, ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ എന്താണ് ആവശ്യം? ഒന്ന് പണം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നല്ല ജാതിയുടെ പേരും ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നല്ല പഠിത്തം ഉണ്ടായിരിക്കണം. ഈ 3 കാര്യമേ എന്റെ ജീവിതത്തിൽ ഇല്ല. ഈ 3 എന്റെ അടുത്തില്ല. പണമില്ല, നല്ല ജാതി ഉണ്ടെങ്കിൽ ജാതിക്കാരെ ചേർത്തുകൊണ്ട് സഹായം ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരും, അതില്ല. പിന്നെ നോക്കിയാൽ നല്ല പഠനമില്ല. ഒന്നുമില്ലാത്ത എനിക്ക് ഞാൻ എന്തു ചെയ്യും എന്നുള്ള രീതിയിലേക്ക്
റോഡിൽ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കലാണ് എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്തക്കരി വന്നു. ഞാൻ നിന്റെ ആൾക്കാർ എന്നെ പ്രോവൽച്ച് എന്നെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടറുണ്ട്. എന്നെ ഉത്സാഹിപ്പിച്ച് എന്ത് ചെയ്യുന്ന അറിയാമോ? നിന്റെ അച്ഛൻ ഭയങ്കര മോഷ്ടാവാണ്. നിന്റെ അച്ഛൻ ഒരു രാത്രി ഇറങ്ങിപ്പോയി കഴിഞ്ഞ 10,000ങ്ങളും സ്വർണങ്ങളും വാരിക്കൊണ്ടുവരുന്ന ഒരു അച്ഛനാണ്. പക്ഷെ അവന്റെ മോനാണ് ഇന്ന് നീ പട്ടിണി പിച്ചെടുത്ത് ജീവിക്കുന്നോ ഇന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഇതൊക്കെ കേട്ടപ്പോ അച്ഛന്റെ കൈ ഞങ്ങളുടെ ആൾക്കാർ പോലും അച്ഛൻ ഏതുപോലെ ചെയ്തോ അതിനെക്കാട്ട് ഒരുപടി അധികമായിട്ട് മോൻ ചെയ്ത തലയിൽ തൊക്കി വെച്ച് അവർക്ക് 2 ഭാര്യമാരൊക്കെ കെട്ടിക്കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 2 ഭാര്യമാരൊക്കെ കെട്ടിക്കൊടുക്കും. നല്ല മോഷ്ടാവിന് 2 ഭാര്യമാരുണ്ട് ഞങ്ങളുടെ ജനങ്ങളിടയിൽ. അപ്പൊ ഈ മോഷ്ടാവിന് അങ്ങനെ ഒരു സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായത് കൊണ്ട് അത് തന്നെ എന്നെയും പറ്റിപ്പിടിക്കുവാനിടയായി. അപ്പോ ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ ഈ ഒരു ജീവിതത്തിലേക്ക് പണമുണ്ടാക്കാൻ ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തെ ശൈലികളെ മാറ്റുവാനിടയായി. ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, ആർക്കും വടക്കിന് പോകത്തില്ല, അടിക്ക് പോകത്തില്ല. പക്ഷേ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്താഗതി വന്നപ്പോ അതിന് പിശാച് മുതലെടുക്കുവാനിടയായി. അപ്പൊ പിശാചിന് നല്ല ഒരു തന്ത്രശാലി എന്ന് നമ്മൾ ബൈബിൾ പറയുന്നല്ലോ. അവൻ തന്ത്രശാലിയായി ഇരിക്കുന്നത് കൊണ്ട് ഇവനെ ഇപ്പൊ നമുക്ക് പൊക്കിയാൽ ശരിയാകും എന്നുള്ള രീതിയിലേക്ക് എന്നെ പൊക്കി എന്നെ കൊണ്ടുപോയി പണത്തിന്റെ മോഹത്തിൽ കൊണ്ടുപോയി വിട്ടയച്ചിട്ട് ഞാൻ എങ്ങനെപ്പെട്ട ഒരു മനുഷ്യനായി മാറി എന്നറിയാമോ? എന്റെ തലയൊക്കെ നിങ്ങൾക്ക് വിലക്ക് നോക്കി അറിയാം. തലയിലൊക്കെ മുറിവുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? എന്റെ തലയിൽ ഞാൻ പൊട്ടിക്കാത്ത ഓടുകളില്ല. ചെങ്കല്ലെടുത്ത് ചുടുകല്ലെടുത്ത് എന്റെ തലയിൽ ഞാൻ പൊട്ടിക്കും. ഞാൻ അങ്ങനെ ഒരു വികൃതനായി മാറുവാനിടയായി. ഒരുപാട് മോശപ്പെട്ട ഒരു മനുഷ്യനായി മാറുവാനിടയായി. ഇന്ന് ആരെങ്കിലും രക്തം മണത്ത് നോക്കിയിട്ടുണ്ടാകുമോ? രക്തം മണത്ത് നോക്കി കാണത്തില്ല. പക്ഷെ രക്തത്തെ ഒരു ദിവസം മുഴുവതും കുടിച്ചു നോക്കിയ ഒരു വ്യക്തിയായി ഞാൻ മാറുവാനിടയായി. രക്തത്തിന്റെ മേലെ പിരിയും തോന്നുവാനിടയായി. രക്തത്തിന്റെ മണം കേൾക്കണമെങ്കിൽ എന്റെ ശരീരത്തെ മുറിച്ചിട്ട് രക്തത്തിന്റെ മണത്ത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായി മാറുവാനിടയായി. 20 വയസ്സ് എനിക്കാകുമ്പോൾ ചെറുപ്പക്കാരൻ ആ സമയത്തിൽ തന്നെ എന്റെ ജീവിതത്തെ ശൈലിയെ മാറ്റുവാനിടയായി. വാണം തമിഴിലെ ഒരു വാക്കുണ്ട്, മേലെ പാത്ത വാണം കീഴെ പാത്ത ഭൂമി. ആകാശത്തിനിടയിലും ഒരു മനുഷ്യന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന രീതിയിലേക്ക് ഞാൻ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി. എത്ര പാവപ്പെട്ട ഒരു മനുഷ്യനായി ഞാൻ ജീവിച്ചോ അത്രയും ഒരു കൊടൂര മനുഷ്യനായി മാറുവാനിടയായി. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു വലിയ ഒരു വേദന കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുവാനിടയായി. വീട്ടുകാർക്ക് എന്റെ അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മയുടെ വാക്ക് കേൾക്കത്തില്ല. എന്റെ അമ്മയെ തള്ളി വെച്ചിട്ട് ഞാൻ പോയിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പോയി കൂട്ടുകാരുമായി ചേർന്ന് ചെയ്യാതെ കൂത്തുകളില്ല, ചെയ്യാതെ പരിപാടികളില്ല, എല്ലാ രീതിയിലും എല്ലാ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചുവാനിടയായി. ഒന്നാന്തരം ഒരു മോഷ്ടാവായി മാറുവാനിടയായി. കേരളം, തമിഴ്നാട് എന്ന പല സ്ഥലത്തിൽ തേടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുവാനിടയായി. ഒരു കൂട്ടരെ ചേർത്തോണ്ട് എവിടെ നോക്കിയാലും മോഷണം, എവിടെ നോക്കിയാലും ഇതും. 5 കൊല്ലം 2001 മുതൽ 2005 വരെ ഞാൻ അറിയപ്പെടാത്ത ഒരു കുറ്റവാളിയായി തീരുവാനിടയായി. അത് മാത്രമല്ല ഒരുപാട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് ചെയ്യുവാനായി. സഹോദരിമാരൊന്നും നോക്കത്തില്ല, കുഞ്ഞുങ്ങൾ നോക്കത്തില്ല. എന്ന് വെച്ചാൽ എന്നെ പുറകോപിച്ച് നിൽക്കുന്ന, എന്നെ വഴിനടത്തിക്കൊണ്ടിരിക്കുന്നത് പിശാചായിരുന്നു. എനിക്ക് അന്ന് മനസ്സിലായി. പിശാച് വിചാരിച്ചു ഇതോടെ ഇവനെ തകർത്ത് കളയാമെന്ന്. ഇവനെ മാത്രമല്ല ഇവനെ കൊണ്ട് അനേക കുടുംബങ്ങളെ തകർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനൊക്കെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ അതാ ദൈവവചനം ഇങ്ങനെ പറയുന്നല്ലോ, എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് പോലെ എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഒരു സാക്ഷിയുള്ള ഒരു മനുഷ്യനായി മാറണമെന്ന് ദൈവം ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്നെ അങ്ങനെയൊക്കെ അനുവദിച്ചത്. അങ്ങനെയൊക്കെ ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ ഇടയായത്. അങ്ങനെ പോയി വന്നപ്പോ 2005 വന്നപ്പോ ഒരു ദിവസം, അത് അവസാനത്തെ ദിവസമായിരുന്നു. 2005 8-ാം മാസം 28-ാം തീയതി ഒരു രാത്രിയിൽ അടൂർ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു വീട്ടിൽ കയറി. അത് ആരുടെ വീടാണെന്നറിയാമോ? ഇത് ആര് വേണമെങ്കിൽ കേൾക്കട്ടെ, എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ, എന്റെ കർത്താവ് തന്ന മാറ്റത്തിന് എന്നെ പറയാതിരിക്കത്തില്ല. അന്ന് കയറിയത് SP-യുടെ വീടായിരുന്നു. SP-യുടെ വീട്ടിൽ കയറിയത് മാത്രമല്ല, SP-യുടെ വീട്ടിലേക്ക് കയറി SP-യുടെ തലയ്ക്കും അടിച്ചു. അവിടെ ഭാര്യയെ കഴുത്തിൽ കിടക്കുന്ന മാലയും പിടിച്ചു മേടിച്ചുകൊണ്ട്
ഞങ്ങൾ കടന്നു പോകുവാനിടയായി. 2005 തന്നെ 8ാം മാസത്തിൽ 29ാം തീയതി രാവിലെ ഞങ്ങളെ പിടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു. അതിനു മുമ്പേ തന്നെ ഞാൻ പറഞ്ഞല്ലേ, എന്റെ ശരീരത്തെ മുഴുവനും ഒടുക്കിയ ഒരു മനുഷ്യനായിരുന്നു. എന്റെ ശരീരത്തെ ഞാൻ സരി പെയ്തത് ഒരു മനുഷ്യനായിരുന്നു. അടിച്ച് ഓടിച്ച് എല്ലാം സരി ചെയ്ത് പോലീസുകാർ പിടിച്ചാലും ഞാൻ അവർക്ക് പിടികൊടുക്കാതെ ഒരു പുള്ളിയെ പോലെ നടക്കണം എന്നുള്ള ഒരു ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നെ പിടിച്ചത് ഒരേ ഒരു പോലീസുകാരൻ. എത്ര പെട്ടെന്ന് ഓടി വന്ന് എന്നെ രാവിലെ എന്നെ പിടിക്കുവാനിടയായി. ഞാൻ എന്നെ പിടിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, മഹാലിംഗത്തിനെ എങ്ങനെയാ പിടിച്ചത്? മഹാലിംഗത്തിനെ പിടിക്കാൻ കഴിയില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും വീരമും എല്ലാവരുടെയും വേഗമും ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നെ പിടിക്കപ്പെട്ടത് ഒരു പോലീസാർ എന്നെ പിടിച്ചത്. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം എന്റെ ദൈവം എനിക്ക് ഓർമ്മപ്പെടുത്തിയത്, അന്ന് പകൽക്കാലം പിടിച്ചത് നിന്നെ പിടിച്ചത് ഒരു പോലീസല്ല, ഞാനാടാ നിന്നെ പിടിച്ചതെന്ന് എനിക്ക് ദൈവം ഓർമ്മപ്പെടുത്തി തന്നു. എന്നെ പിടിച്ചില്ലെങ്കിൽ ഇന്ന് ഈ ജീവിതത്തിൽ ജീവിക്കാനോ ഈ ലോകത്തിൽ ജീവിക്കുവാനോ ഒരു അർഹതയില്ലാത്ത ഒരു മനുഷ്യനാണ്, ഒരു യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ്. ഇന്ന് ഭൂമിയിൽ മേൽ ജീവിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. 1, 2, 3 പ്രാവശ്യം ആത്മഹത്യയെ ശ്രമിച്ചിട്ടുണ്ട്, ചാകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്റെ ദൈവം എന്ത് ചെയ്തില്ല, ചാകുവാൻ ദൈവം അനുവദിക്കാതെ എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കല്യാണമൊക്കെ കഴിച്ചു. എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം. ഞാൻ കല്യാണം കഴിച്ചു. എന്നെ പിടിക്കപ്പെടുമ്പോ എന്റെ മോൾക്ക് 1 വയസ്സാണ്. 1 വയസ്സാകുമ്പോ തന്നെ ഞാൻ 22 വയസ്സിലെ കല്യാണം കഴിച്ചതാണ്. എന്റെ മോളെ ഞാൻ വീട്ടിലെ വിട്ടിട്ട് എന്റെ ഭാര്യയെ വിട്ടിട്ടാണ് ഇങ്ങനെ മോഷ്ടിക്കുന്നതൊക്കെ വരുന്നിടത്ത് എന്നെ പിടിക്കപ്പെടുകയും 6 മാസം 3 മാസം വരെ എന്നെ 42 ദിവസം വരെ എന്നെ വെളിയിൽ ആർക്കും കാണിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനകത്ത് വച്ച് ശരിക്കും അടിക്കുകയും ശരിക്കും ഉപദ്രവിക്കുകയും ചെയ്യുവാനാണ്. കാരണം ബൈബിൾ വചനം പറയുന്നത് സത്യവാ, നീ നന്മ വിതച്ചാൽ നീ നന്മ കൊയ്യും, തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും എന്ന വചനം ഉള്ളത് സത്യവാ. ഞാൻ വിതച്ച തിന്മയൊക്കെ അതിനകത്ത് വെച്ച് 42 ദിവസം ഞാൻ കൊയ്യുവാനിടയായി. ഞാൻ എത്രമാത്രം ഉപദ്രവം കൊടുത്തോ, എത്രമാത്രം മറ്റവർക്ക് ഞാൻ ഉപദ്രവിയായി തീർന്നോ, അതുപോലെ തന്നെ എന്റെ ശരീരത്തിൽ പോലീസുകാരന്റെ ബൂട്ട്സുകാൽ പടാത്ത സ്ഥലങ്ങളില്ല. എന്റെ ശരീരത്തിൽ അവർ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. എന്നെ കിടത്തി ഉറക്കിയിട്ട് എല്ലാ രീതിയിലും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വചനം നിറവേറണം. നമ്മുടെ ജീവിതത്തിലേക്ക് വചനം നിറവേറണമെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. നമ്മൾ ചെയ്തതിന്റെ ഫലം നിശ്ചയമായി തരും. നമ്മൾ നന്മ ചെയ്താൽ നന്മ കൊയ്യും, നിശ്ചയമായി കൊയ്യും. ഞാൻ കൊയ്തിട്ടുണ്ട്. എപ്പോഴെന്നറിയാമോ? കർത്താവിനെ അറിഞ്ഞതിന് ശേഷം. വിതയ്ക്കുന്നതിനെ മുഴുവനും കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് ഇടുവാനിടയായി. അടൂർ വെച്ച് പോലീസ് സ്റ്റേഷനിൽ 42 ദിവസം അതിനകത്ത് എന്നെ കിടത്തിയിട്ടിട്ട് സകല പരിപാടിയും അവർ ചെയ്തു. കണ്ണിനകത്ത് മുളക് പൊടി ഒഴിച്ചു, വായിനകത്ത് മുളക് പൊടി ഒഴിച്ചു, പറയാൻ പറ്റാത്ത സ്ഥലത്തിലൊക്കെ മുളക് പൊടി ഒഴിച്ചു. എന്നെ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ രീതിയിലേക്ക് പോലീസുകാർ ചെയ്തു. ഞാൻ പോലീസുകാരെ കുറ്റം പറയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അവരുടെ ജോലി നിറവേറ്റി അവിടെ ഇരിക്കുന്ന എല്ലാതെയും അവർ ശരി ചെയ്തു. എന്റെ മേലെ ഒരു 43 കേസ് വരെ എന്നെ പ്രതിയാക്കി അകത്താക്കി. 43 കേസല്ല, 60 കേസിൽ ഒരു പ്രതിയാക്കി എന്നെ അകത്തേക്ക് ഇന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. ഇവൻ പുറത്തേക്ക് വന്നാലും ഇത് തന്നെ ഇവന്റെ ജീവിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അതിനകത്താക്കാനുണ്ട് അവർ തീരുമാനങ്ങൾ എടുത്തു. അത് മാത്രമല്ല, പോലീസുകാർ തീരുമാനം എടുത്തു, ഇവനെ വെടിവെച്ച് കൊണ്ടുപോയി നമ്മൾ ട്രയൽ ട്രാക്കിലേക്ക് ഇട്ടേക്കാം, ഇവൻ അകത്ത് പോയാലും പിന്നെയും വന്നാലും ഇതല്ലേ ചെയ്യത്തുള്ളൂ എന്ന രീതിയിലേക്ക് അവർ തീരുമാനം എടുത്തു. എന്നാൽ എന്റെ ദൈവം അത് സമ്മതിച്ചില്ല. ആ സമയത്താണ് തിരുവനന്തപുരത്ത് വെച്ച് ഒരു കൊലക്കേസ് നടക്കുന്നത്. ഉദയം എന്ന് പറയുന്ന ഒരു സഹോദരനെ ഉരുട്ടിക്കൊന്നു കളഞ്ഞു. അപ്പൊ ആ സംഭവം എന്റെ ജീവിതത്തിൽ നടക്കാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന് വേണ്ടുള്ള ഒരു മനുഷ്യനായി മാറണമെന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് കൊല്ലാതെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിരുന്ന് എന്നെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുമ്പിൽ നിർത്തി. ദൈവമക്കളെ, നമുക്ക് കാര്യം പറഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടുന്നവനാകുന്നവരെ ഇതുപോലെ സംഭവങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ അത് മനസ്സിലാക്കുന്ന രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം നമ്മളെ മാനിക്കാൻ തുടങ്ങും. അങ്ങനെ മാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഞാൻ പറയട്ടെ, അവിടെ കൊണ്ടുപോയി എന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ നിർത്തിയപ്പോ മജിസ്ട്രേറ്റ് എന്നെ നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജയിൽ ഇടിഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, നീ പുറത്തേക്ക് പറയില്ല. ഇത് ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു മജിസ്ട്രേറ്റ് പറയില്ല. കാരണം എന്താ വെച്ചാ
ഇങ്ങനെ ഇടിഞ്ഞു പോയി കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒരു ഇടിച്ചു കയറ്റിയ അവന്റെ ജീവിതം തകർന്നു പോകുന്ന മജിസ്ട്രേറ്റ് അറിയാം. പക്ഷെ എന്നെ കണ്ടപ്പോ അവർക്ക് ഭയങ്കര ദേഷ്യമുണ്ടായി. എന്താണ് ഇതുപോലെ കേസുകെട്ടുകൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്നൊക്കെ പുറത്തു വരാൻ യാതൊരു സാധ്യതയില്ലാത്ത കേസുകളാണ്. തലമണ്ടകൾ പൊട്ടിച്ചതും, പല്ല് കുത്തിയതും, മനുഷ്യനെ കുത്തിയതും, കാല് പൊട്ടിച്ചതും, ഇതുപോലെ കേസുകെട്ടുകളാണ്. കൊല മാത്രം ചെയ്തില്ല, ബാക്കി എല്ലാം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ചെയ്തുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട്ടു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സബ് ജയിലിൽ ഇട്ടു. സബ് ജയിലിൽ ഇട്ടത് മാത്രം തീർന്നില്ല, അവിടെയും അടി കുറഞ്ഞില്ല. നിങ്ങൾ കേൾക്കൂ, എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ പറയട്ടെ, ഞാൻ എന്റെ കുത്തി ഇങ്ങനെ പോലെ ഒരു ചുമര് പിടിച്ചുകൊണ്ടാണ് നടന്നത്. 6 മാസം എന്നെ ഇടിച്ച് എന്റെ കിഡ്നിയൊക്കെ പഴുപ്പ് വെച്ചായിരുന്നു. എനിക്കിപ്പോ പൈൽസ് ഉണ്ട്. പൈൽസ് അവർ ഇടിച്ച ഇടി കൊണ്ടാണ് പൈൽസ് 10 വർഷം കഴിഞ്ഞ് എനിക്ക് പൈൽസ് വെളിയിൽ ഇടയാകാൻ ഇടയായി. എനിക്കിപ്പോ കണ്ണ് കുറച്ചൊക്കെ മങ്ങളുണ്ട്. ഈ അടിയേറ്റത് കൊണ്ടാണ് ഇതൊക്കെ. പക്ഷെ കർത്താവിന്റെ കൃപയാൽ ഞാൻ ഇന്ന് വരെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ നടന്ന, എന്റെ കൂടെ ഇരുന്ന വ്യക്തികൾ ഇന്ന് 5-ലധികം പേർ കൊല്ലപ്പെട്ടു. കുറെ പേർ കൊല്ലപ്പെട്ടു, കൊല്ലപേർ മരിച്ചു. പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടതെ കൊണ്ട് ഇന്ന് കർത്താവിന്റെ സാക്ഷിയായി പല ദേശങ്ങളിലും, പല രാജ്യങ്ങളിൽ വരെ, രാജ്യങ്ങൾ പോയില്ല, ദേശം വരെ, നമ്മുടെ ഇന്ത്യയിൽ 5 സംസ്ഥാനം വരെ ദൈവം എന്നെ കൊണ്ടുപോയി നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പല സ്ഥലത്ത് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്റെ കൂട്ടുകാർ മരിച്ചുപോയി, എന്റെ കൂടെ പിറന്നവൻ മരിച്ചുപോയി, എന്റെ കൂടെ നടന്ന എല്ലാവരും മരിച്ചുപോയി. ഈ എന്റെ ജയിലിൽ കിടന്ന ഇടിമേടിച്ച ഒരുത്തൻ വെളിയിൽ വന്ന് 2 കൊല്ലം ജീവിച്ചിട്ടില്ല, അവന്റെ ജീവിതം തകർന്നു പോയി. അങ്ങനെ സ്ഥലത്തിലൊക്കെ ദൈവം എന്നെ സൂക്ഷിച്ച് ഇന്നുവരെ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോ അവിടെ നിന്ന് സബ് ജയിലിൽ കൊണ്ടുവന്നിട്ട് അവിടെയും ശരിക്കും ഇടിയ. ഞാൻ ഇരിക്കത്തില്ല, എനിക്ക് ഇരുന്ന എന്റെ ശരീരത്തിലെ മുഴുവതും രക്തം ഒലിച്ചുകൊണ്ടിരിക്കും. സീൽ വെച്ച്, അതായത് നമ്മൾക്ക് സ്ഥലം എന്ന് പറയുമല്ലോ, വെള്ള സൈറ്റില് ശരീരത്തിൽ പൊട്ടി ഒലിച്ചു വരുമല്ലോ, അതുപോലെ ഒഴിച്ചു വന്ന് എന്റെ ശരീരത്തിലൊക്കെ ജാരജാരയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മുതുകത്തിൽ നിന്നും തലയിൽ നിന്നും എന്നുവെച്ചാൽ അടി, അതുപോലെ അടികളായിരുന്നു. എന്നെ കൊണ്ട് അതിനകത്ത് ഇട്ട് 6 മാസം അവിടെ കിടന്നു. അവിടെ കിടക്കുമ്പോൾ എന്റെ വീട്ടുകാർ എന്നെ അറിഞ്ഞിട്ടില്ല, എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ബന്ധുക്കളെ ആരെയും കണ്ടിട്ടില്ല. അവരൊക്കെ തീരുമാനിച്ച് ചത്ത് കാണുവോ കൊന്നു കാണുവോ എന്ന് തീരുമാനിച്ചു. എങ്ങനെയോ ഒരു 6 മാസം കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടുകാർക്ക് എന്നെ അറിയുവാനിടയായി, അവര് വന്ന് കാണുവാനിടയായി. അങ്ങനെയൊക്കെ കണ്ടയച്ചതിന് ശേഷം എന്നെ ജാമ്യം എടുക്കാൻ പലതും ശ്രമിച്ചു, ഒന്നും നടന്നില്ല. അതപ്പുറമായിട്ട് എന്നെ കൊണ്ടുപോയി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഇടുവാനിടയായി. ഇത് മാത്രം, ഇത് ഒരു സബ് ജയിലായിരുന്നു. സബ് ജയിലിൽ കിടക്കുമ്പോൾ ചെറിയ സബ് ജയിലായത് കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോകാം, ഇല്ല ജീവിച്ചേക്കാം, പുറത്തേക്ക് വിടുന്നുള്ള ആഗ്രഹം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ടത് തിരുവനന്തപുരം സെൻട്രൽ ജയിലാണ്. നിങ്ങൾ പുറത്തൊക്കെ ചെല്ലുമ്പോൾ കാണുവാനായിരിക്കും ഒരു ഭിത്തി, ആ മതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹൃദയങ്ങളൊക്കെ പൊട്ടിപ്പോകും. അതുപോലെ വലിയൊരു മതിലാണ്. അതിനകത്ത് ഒരു ചെറിയ കിളിവാതിൽ. ആ കിളിവാതിനകത്ത് പോകുമ്പോ തന്നെ കുത്തവൻ തുടങ്ങി. ഫസ്റ്റ് കുനിഞ്ഞ് നിമിറുമ്പോ തന്നെ ഒറ്റ ഇടി വെച്ച് തരും. ഇടി വെച്ചിട്ട് അവിടെ നിന്ന് ഒരു ടവർ എന്ന സ്ഥലമുണ്ട്, അതുവരെ അടിയാം. ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ വീണ്ടും ഈ കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്നെ ചെയ്യും തോറും, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും തോറും, ഞാൻ എസ് ഐ നോക്കി ഒരു വാക്ക് പറഞ്ഞു, എസ് ഐ സാറേ എന്നെ പിടിച്ചകത്താക്കി, പക്ഷെ എന്നെ ഇട്ടാ 10 കൊല്ലം ഇടും, ഞാൻ വീണ്ടും തിരിച്ചു വരും, വന്ന ഇതിന് ഇരട്ടിപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട് സാറേ. അങ്ങനെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിനപ്പുറം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോഴും ഇതുപോലെ എല്ലാവരുടെ മുമ്പിൽ വെല്ലുവിളികൾ ഏറ്റെടുത്തോണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ ഹൃദയത്തിലേക്ക് ഒരു സമയം തോന്നുവാനിടയായി. അപ്പൊ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോയിരിക്കുമ്പോ തന്നെ എല്ലാവരും പറയുന്നു, നിന്റെ ജീവിതം ഇതിനകത്ത് അവസാനിച്ചടാ, നിന്റെ ജീവിതം ഇതിനകത്ത് അവസാനിച്ചു, ഇനി പുറലോകം നീ കാണുകയില്ല, കാരണം അതുപോലെ കേസ് കെട്ടാണ് നിന്റെ മുകളിൽ ഉണ്ട് എന്ന് എല്ലാവരുടെ വാർത്തകൾ കേട്ട് വന്നപ്പോ എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോ എന്റെ ഹൃദയം പൊട്ടുവാനിടയായി. അപ്പോ ഞാൻ ഒരു തീരുമാനം എടുക്കുവാനിടയായി, മരിച്ചേക്കാം, ഇനി നമുക്ക് ജീവിതം വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുവാനിടയായി. എന്നാൽ ആ തീരുമാനത്തെ ദൈവം ഏറ്റെടുത്തില്ല. ഞാൻ ഏറ്റെടുത്തു, മരിച്ചേക്കാമെന്ന്. കുപ്പിച്ചിൽ തട്ടി ചോറിനകത്ത് വെച്ച് കഴിച്ച് മരിച്ചേക്കാൻ തീരുമാനിച്ചു. പക്ഷെ ദൈവം അനുവദിച്ചില്ല. എന്റെ കൈ ഇവിടെയൊക്കെ നോക്കിയറിയാം, ബ്ലേഡ് ഇട്ട് പൊട്ടിച്ച് ഈ നരമ്പ് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു, അതിലും ദൈവം അനുവദിച്ചില്ല. അതിനു മുമ്പേ തന്നെ ഞാൻ കത്തി, എന്റെ കയ്യിൽ എപ്പോഴും ബ്ലേഡ് കാണും, ആ ബ്ലേഡ് വെച്ച് എന്റെ കാലില് മുഴുവൻ മുറിച്ചിട്ട് ഒരു 2 ഇഞ്ച്, ഇപ്പൊ 2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് വരെ എന്റെ കാലിനകത്ത് ഒരു ഓട്ടയുണ്ട്.
അത് ബ്ലേഡ് വെച്ച് മുറിച്ചതാണ്. ഞാൻ മുറിച്ചിട്ട് രക്തം ഒരു ദിവസം മുഴുവതും ഞാൻ വെളിയിലേറ്റിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോ തന്നെ എന്റെ അരികിൽ ഒരു ശബ്ദം കേൾക്കുവാനിടയായി. രാത്രിയാകുമ്പോ ഞാൻ ഇങ്ങനെ ഭിത്തി കാത്തി ഇരുന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ ഹൃദയത്തിലേക്ക് ഒരു തോന്നൽ ഉണ്ടായി. എന്താണ്? മരിക്കാനും നമുക്ക് അനുവാദമില്ലേ? നമ്മളെ കുഞ്ഞിനെ നോക്കാൻ നമുക്ക് അനുവാദമില്ലേ? ഒന്നുമില്ലാതെ പോയല്ലോ, ഞാൻ ഒരു പാവിയാണല്ലോ എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് ഞാൻ കിടന്നു ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോ എല്ലാവരുടെ വാക്ക് പറയുന്നു, നിന്റെ ജീവിതം അവസാനിച്ചെന്ന്. പക്ഷെ ഒരു മനുഷ്യൻ മാത്രം എന്റെ അരികിൽ കടന്നു വന്ന് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കേൾക്കപ്പെട്ട ഒരു വാക്കാണ്, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞു. എന്താണ്? നമ്മൾ ഇതുപോലെ ഒരു പാവിയായിരിക്കുന്ന മനുഷ്യനെ എല്ലാവരുടെ വാക്ക് കേട്ടിട്ട് മുരടിച്ചിരിക്കുന്ന എന്നെ യേശു സ്നേഹിക്കുന്നോ? എങ്ങനെ സ്നേഹിക്കും എന്നുള്ള ചിന്താഗതി വന്നപ്പോഴാണ് ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നു. അപ്പൊ യേശു സ്നേഹിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആ ദേവദാസൻ പറഞ്ഞു, ഇവിടെ ഒരു ചർച്ചുണ്ട്, ആ ചർച്ചിലേക്ക് വരാൻ. അകത്ത് ചർച്ചുണ്ട്, അവിടെ ചർച്ചിൽ പോകാനുണ്ട്. എന്റെ അടുത്ത് സുവിശേഷം പറഞ്ഞ വ്യക്തി സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല. 2 പേരെ കൊല ചെയ്തിട്ട് മുഴുവതും ജീവിതത്തെ നശിപ്പിച്ചിട്ട് 12 കൊല്ലം അതിനകത്ത് കിടന്ന് പുള്ളിക്കാരന് പുറത്തു പോകാൻ ഒരു മാർഗമില്ല, ഒരു വഴിയില്ല, എല്ലാ വഴി അടച്ചു കിടക്കുന്നു. ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനെ കൊന്നത് കൊണ്ട് പുള്ളിക്കാരനെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. ആ മനുഷ്യൻ വന്നാണ് പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ പറയുവാൻ കഴിയൂ, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് പലവരുടെ മുമ്പിലും ആ യേശുവിന്റെ സ്നേഹത്തെ ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായി ദൈവം മാറ്റി. കാരണം എന്നറിയാമോ? യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? സൗഖ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്തുണ്ട്? ഭയങ്കര സമാധാനമുണ്ട്. അപ്പൊ ജീവിതം തീർന്നെന്ന് വിചാരിച്ച എന്റെ അടുക്കൽ ഈ വാക്ക് കേട്ടപ്പോ ഞാൻ അവിടെ ചർച്ചിലേക്ക് പോകുവാനിടയായി. അവിടെ പോയപ്പോ തന്നെ ഒരു വ്യത്യാസമായിരിക്കുന്ന ഒരു ജീവിതത്തെ കാണുവാൻ സാധിച്ചു. അവിടെ അനേക സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ അകത്ത് കിടന്നു അവരോട് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ എല്ലാവരും വിചാരിക്കും വിടുതലാണെന്ന് കിട്ടാൻ പോകുന്നത്. ഇനി മഹാലിംഗന്റെ ജീവിതത്തിൽ വിടുതലാണെന്നുള്ള എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ ഒരു കോടതി എന്നെ വിളിക്കുന്നു. ആ കോടതിയുടെ മുന്നിൽ പോയി നിന്നപ്പോ കോടതി എനിക്ക് തരുന്ന ശിക്ഷ 3 കൊല്ലം 4 കൊല്ലം ശിക്ഷ. ഒറ്റ കേസിന് 4 കൊല്ലം ശിക്ഷ തന്നു. ഈ 4 കൊല്ലം ശിക്ഷ മേടിച്ചിട്ട് വന്നപ്പോ ഞാൻ അതിനു മുമ്പേ കർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുവാനിടയായി. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ എല്ലാവരും കുറ്റം പറയുമല്ലോ, ഭാവിയായ മനുഷ്യൻ നീ എന്താ ഇത്രയും വലിയ കൂരവട്ടം ചെയ്തിട്ട് തലമണ്ടയൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇപ്പൊ യേശുവിനെ സ്നേഹിച്ച് നടക്കുന്നു എന്ന് എന്നെ കുത്തിക്കൊണ്ട് നടന്നപ്പോ എനിക്ക് ശിക്ഷ ലഭിച്ച ഉടനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ കർത്താവിന്റെ മുമ്പിൽ വചനം ഇങ്ങനെ മുറുകെ പിടിക്കുവാനിടയായി. ബൈബിൾ എടുത്ത് ഇങ്ങനെ മുറുകെ പിടിക്കുവാനിടയായി. ബൈബിൾ എടുത്ത് എന്റെ മാറത്ത് പിടിക്കുവാനിടയായി. എന്ന് വെച്ചാ ആ ബൈബിളാണ് ജീവിക്കുന്ന ദൈവമാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നത് കൊണ്ട് എല്ലാവരുടെ ഫ്രണ്ടിൽ ധൈര്യമായിട്ട് ആ ബൈബിൾ വെച്ചോണ്ട് ഞാൻ നടക്കുവാൻ ദൈവം സഹായിച്ചു. അതുമാത്രമല്ല, ഈ 3 കൊല്ലം ശിക്ഷ മേടിച്ചുകൊണ്ട് ഇരിക്കുമ്പോ കൂടുതൽ ദൈവത്തോട് അടുക്കുമ്പോ ദൈവവചനം പറയുന്നു, ദൈവത്തോട് അടുക്കുമ്പോ എന്ത് ചെയ്യും? വിടുതൽ കിട്ടും. ബൈബിൾ പറഞ്ഞ സത്യവാ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറയുന്നത് പോലെ ആ കാരാഗ്രഹത്ത് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ സ്വതന്ത്രനായി നടക്കുവാൻ ദൈവം സഹായിച്ചു. അത്ര പേരെയും പിടിച്ചു പൂട്ടിയിട്ടായി എന്നെ മാത്രം തുറന്നു വിടും എന്ന് വെച്ചാൽ എന്റെ മാറ്റത്തെ അവിടെ കാണിക്കുവാൻ ദൈവം സഹായിച്ചു. ഇത് എടുത്തുകൊണ്ട് വേറെ ഒരു കോടതി പോകുമ്പോ അവിടെ കിട്ടുന്നത് 1-2 ശിക്ഷയല്ല, 30 കൊല്ലം ശിക്ഷയാണ്. 33 കേസിന് 30 കൊല്ലം ശിക്ഷ കിട്ടി. അപ്പൊ എത്രയായി? 30 4 30 കൊല്ലം 34 കൊല്ലം ശിക്ഷ എനിക്ക് കിട്ടുവാനിടയായി. ബാക്കി എത്ര കേസ് പെൻഡിങ് ഉണ്ട്? 39 കേസുണ്ട്. ഈ 39 കേസും വെച്ചുകൊണ്ട് ഈ കേസുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് വരുമ്പോ ആര് വിചാരിച്ചാലും എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അവിടെ ജയിലിൽ ഒരു ഭാഷയുണ്ട്, സ്വന്തം ജാമ്യം എടുത്തോണ്ട് പോടാ എങ്ങനെ പറയും? സ്വന്തം ജാമ്യം എടുത്തോണ്ട് പൊയ്ക്കോളാൻ പറയും. എന്ന് വെച്ചാ നിനക്ക് ഇനി കേസുണ്ടല്ലോ, ഞാൻ മുളകാപ്പൊടി ഒപ്പിച്ചു തരാം, അവിടെ പോലീസുകാരന്റെ കണ്ണിനകത്ത് തൂവി വെച്ചിട്ട് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോ, അത് മാത്രമേ നിനക്ക് വഴി, അല്ലാത്ത ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബൈബിൾ വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും
ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും എന്നിൽ കൂടെ അല്ലാതെ യാരും പിതാവിന്റെ അടുത്തിൽ വരത്തില്ല എന്ന് ദൈവജനം പറയുന്നതിനെ ഞാൻ വിശ്വസിച്ചു. ദൈവം തന്നെ വഴി. ഈ വഴി കൊണ്ട് പോയാൽ എതവരെ പോകും? കുറച്ചു ദൂരം വരെ പോകും, പിന്നെയും ചെയ്യും. അവിടെ അടയ്ക്കപ്പെടും, പിടിക്കപ്പെടും, നീ നാശത്തിലേക്ക് പോകുമെന്നുള്ള ദൈവശബ്ദം കേട്ടപ്പോ ഞാൻ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാനിടയായി. അതിനപ്പുറമായി ഒരു ദൈവവചനം എന്നോട് ഇടപെടുവാനിടയായത് എങ്ങനെയെന്നറിയാമോ? ഇതോ രക്ഷിക്കക്കൂടാതെ പഠിക്ക്, കർത്തരുടെ കൈ കുരുകി പോകുമില്ലേ, മന്ദമാകും, കേൾക്കக்கூടാതെ പഠിക്ക്, അവരുടെ ചെവി മന്ദമാകവില്ലേ. അത് തമിഴിൽ ഇങ്ങനെ, മലയാളത്തിലെ യെശയ്യാ പ്രവാചക പുസ്തകം അതിന്റെ 59 1 വചനമാണ് ഞാൻ പറഞ്ഞത്. ആ വചനമാണ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ടത്. അപ്പൊ ദൈവം വിടുവിക്കാൻ ശക്തനാണെന്ന് ഗുരു ഉറപ്പാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്നെ വിളിച്ചോണ്ട് പോകുമ്പോ എന്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കത്തില്ല. ശിക്ഷ കിട്ടാൻ മുമ്പേ എന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും. ശിക്ഷ കിട്ടിയതിന് ശേഷം ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിയപ്പോ എന്നെ എന്ത് ചെയ്യും? എന്നെ മാത്രം വിലങ്ങ് ഊരിയെത്തിട്ട് എന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെ എന്നെ കൊണ്ടുപോയി. എനിക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗം ഉണ്ടായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട്, സത്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട്, ആ സത്യത്തെ ഞാൻ തലഞ്ഞു പോകാതെ ഈ സത്യത്തെ നിലനിർത്തണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് വീണ്ടും ജയിലിനകത്ത് വരുവാൻ എന്നെ ദൈവം സഹായിച്ചു. അങ്ങനെ അതിനകത്ത് തന്നെ ഞാൻ ഒരു ദൈവത്തിന്റെ വേലക്കാരനായി മാറുവാനിടയായി. അതിനകത്ത് ഒരു സഹോദരന്മാരുണ്ട്. ആ സഹോദരന്മാരൊക്കെ ചേർന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ തുടങ്ങി. അവിടെ 12 ബ്ലോക്ക് ഉണ്ട്. 12 ബ്ലോക്കിനകത്തും സുവിശേഷ വേലയെ ചെയ്യുവാൻ വേണ്ടി ദൈവം ഞങ്ങൾ ഏൽപ്പിച്ചതിനെ ജയിലിനകത്ത് കടന്നുകൊണ്ട് സുവിശേഷം അറിയിച്ചു. അത് മാത്രമല്ല, അതിനകത്ത് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയി ഈ ഒരുപാട് പാവപ്പെട്ടവരൊക്കെ കിടക്കും, ഒരുപാട് നടക്കാൻ അവരൊക്കെ കൊടുന്ന് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോ തന്നെ 40 ശിക്ഷ പിടിച്ചോണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് റിലീസ് ഡേറ്റ് ഞാൻ നോക്കിയാ കണക്കില്ലാതെ റിലീസ് ഡേറ്റ് ആണ് എനിക്ക് വെച്ചിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ട് കൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ എന്റെ കുടുംബമൊക്കെ വന്ന് കാണുവാൻ എല്ലാം ഇടയായി. പക്ഷെ കുറെ ദിവസമായുമ്പോ എന്റെ കുടുംബം പോലും വന്നില്ല. കാരണം 30 കൊല്ലം ശിക്ഷ പിടിച്ച മനുഷ്യനെ ആരാ സ്നേഹിക്കാൻ? കർത്താവ് മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. ആ ശിക്ഷാവിധിയിൽ വിടുതൽ തരുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ആരും ഏറ്റുകൊള്ളത്തില്ല, ആരും അംഗീകരിക്കത്തില്ല, കർത്താവ് മാത്രമേ അംഗീകരിക്കത്തുള്ളൂ. അങ്ങനെ ജീവിതം വെച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാനിടയായി. എന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? ഇനി രക്ഷയില്ല, ഇവൻ വെളിയിൽ വരത്തില്ല എന്ന് തീരുമാനിച്ചു. അവർ വേറെ ഒരു വിവാഹം കഴിച്ചു. അങ്ങനെ പോകുവാൻ ഇടയായി. എന്റെ മോള് ഒറ്റയ്ക്ക് നടുത്തെരുവിൽ നിൽക്കുവാനിടയായി. എന്റെ മോൾക്ക് 7 വയസ്സാണ്. ആ സമയത്ത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എന്റെ മോള് ഒന്നുമില്ലാത്തവളായി നടു റോട്ടിൽ, ആരും ആദരിക്കാൻ ആളില്ലാത്ത, ആഹാരം കൊടുക്കാൻ രീതിയിൽ ആളില്ലാത്ത നിങ്ങളുടെ ജനങ്ങൾ മധ്യയിലെ ഒറ്റയ്ക്ക് കറഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് എന്റെ കുഞ്ഞിനെ തള്ളപ്പെടുവാൻ ഇടയായി. പക്ഷേ ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് പിശാച് വീണ്ടും നമ്മളെ പരിശോധിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുവാനിടയായി. രക്ഷിച്ചാൽ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവമേ, എനിക്ക് ദൈവത്തിന് കൊല്ലാവുന്നവനായി മാത്രം എന്നെ പുറത്തു വിട്ടാൽ മതി, അല്ലെങ്കിൽ എന്നെ പുറത്തേക്ക് വിടണ്ട എന്നെ പ്രാർത്ഥനാ വിഷയം മാറ്റുവാനിടയായി. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ആരൊക്കെ എന്നെ വിട്ടു പോയാലും കുഴപ്പമില്ല, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്ന് ചൊല്ലി ഞാൻ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഇടയായി. എന്റെ കുഞ്ഞിനെ മാത്രം എനിക്ക് ഓർത്തുകൊണ്ട് ഞാൻ കരയുവാൻ തുടങ്ങി. പക്ഷെ എന്റെ ദൈവം സമയത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമാണെന്ന് എനിക്ക് തിരിച്ചറിയുവാനിടയായി. എന്റെ ജീവിതത്തിലേക്ക് മുടിഞ്ഞു പോയിരുന്ന സ്ഥലത്തിലേക്ക് ദൈവം ആരംഭം കുറിച്ചു. എന്റെ ജീവിതത്തെ തുടക്കം കുറിച്ചു. മനുഷ്യരൊക്കെ പറഞ്ഞു ഇവിടെ അവസാനിച്ചു, ഇവിടെ തീർന്നു, ഇനി കുഞ്ഞിനെ കാണാതെ ലോകത്തിൽ എനിക്ക് ഒരു മാർഗമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് സ്വർഗത്തിലെ ദൈവം എന്നെ മാനിക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന് ദൈവം തരുന്ന വിടുതൽ വലുതായിരുന്നു, അത്ഭുതമായിരുന്നു. ജയിലറയിൽ കിടന്നുകൊണ്ട് എല്ലാവരെയും ആരൊക്കെ കുറ്റം പറഞ്ഞോ, ആരൊക്കെ എന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി വിചാരിച്ചോ, അവിടെയൊക്കെ ദൈവം അത്ഭുതം ചെയ്യാൻ തുടങ്ങിയപ്പോ 40 കേസിനെ ഭയങ്കരമായി ദൈവം വിടുതൽ തരുവാൻ. അത് വിടുതൽ തന്നത് സാധാരണപ്പെട്ട വിടുതൽ അല്ലായിരുന്നു. എല്ലാ കേസിനും കൂടി എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് 90 കൊല്ലം ശിക്ഷിക്കാം. 90 കൊല്ലം എന്നെ ശിക്ഷിച്ച് അതിനകത്തിരുന്ന് പുറത്തേക്ക് വരാൻ യാതൊരു മാർഗമില്ലാതെ, അത് മാത്രമല്ല ഞാൻ തമിഴ്നാട്ടിൽ സ്വദേശി ആയതുകൊണ്ട് അവർക്ക് ഏത് രീതിയിൽ എന്നെ അടയ്ക്കാം. നിങ്ങൾ ഇപ്പോഴും 2007 വെളിയിൽ വന്ന കേരള ശബ്ദം നിങ്ങൾ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
എന്റെ ജീവചരിത്രം അതിനകത്ത് കിടപ്പുണ്ട്. 2007 വീണ്ടും അവർ എന്നെ കുത്തി പുണർത്തിക്കൊണ്ട് എന്റെ കേസിനെ മുഴുവതും ശരിയാക്കിക്കൊണ്ട് പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന രീതിയിലേക്ക് അവരെന്റെ മേൽ ആഞ്ഞടിക്കുവാൻ കേസുകൾ ഇടയാക്കിയത്. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ കേസിനെ വാദിച്ചത് അതുവരെ ഒരു വക്കീലുമാരായിരുന്നു. പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ കൊടുത്തപ്പോ, എന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോ, എന്റെ കേസ് വാദിക്കാൻ വേണ്ടി സ്വർഗം തന്നെ ഇറങ്ങി വരുവാൻ ഇടയായി. എന്റെ കേസിൽ നിന്ന് കംപ്ലീറ്റ് ദൈവം അത്ഭുതകരമായി വിടുവിക്കുവാൻ ഇടയായി. അവിടെ ഒരു BJP കാരൻ കിടന്നിട്ടുണ്ടായിരുന്നു. BJP കാരൻ എന്നെ ഭയങ്കരമായി എതിർക്കുമായിരുന്നു, സുവിശേഷം പറയേണ്ട എന്നെ തടുക്കുമായിരുന്നു. ഒരു ദിവസം അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ, അവന് വിടുതൽ കിട്ടിയപ്പോ അവർ മുറ്റത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് പോയി, യേശു നിന്നെ കൈവിടില്ല, യേശു നിന്റെ നല്ല ദൈവമാണ്, നിന്നെ വിടിക്കും, നീ ദൈവത്തെ കൈവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുവാനിടയായി. അങ്ങനെ സാക്ഷ്യമുള്ള ജീവിതമായി അതിനകത്ത് ജീവിക്കുവാൻ ദൈവം സഹായിച്ചു. 2007 എനിക്ക് റിലീസ് ഡേറ്റ് തന്നെ വച്ചിരിക്കുന്നത്. അത് എന്റെ ബുക്കിൽ എഴുതപ്പെട്ട റിലീസ് ഡേറ്റ് ആണ് 2007. പക്ഷെ ബാക്കി 40 കേസ് എവിടെ എന്ത് ചെയ്യും? ഒരു കേസിന് 2 കൊല്ലം ശിക്ഷിച്ചാ 80 കൊല്ലം ശിക്ഷ എനിക്ക് കിട്ടേണ്ടതാ. 80 കൊല്ലം ശിക്ഷിച്ചു, 80 കൊല്ലം ശിക്ഷ എനിക്ക് കിട്ടി. പക്ഷെ 80 കൊല്ലം ശിക്ഷയെ ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ കിടന്ന കാലാവധിയിൽ തന്നെ സകലതയും അത്ഭുതകരമായി വിടുവിക്കുവാനിടയായി. 80 കൊല്ലം ശിക്ഷയെ 2 കൊല്ലമായി ദൈവമാക്കി അവിടെ നിന്ന് അത്ഭുതകരമായിട്ട് വിടുവിക്കേണ്ട സമയത്തിലേക്ക് വന്നപ്പോ തന്നെ എന്റെ ഒരു ജീവിതത്തിലേക്ക് തകർക്കപ്പെടാൻ വേണ്ടി പിശാച് തീരുമാനിച്ചത് എന്റെ കുഞ്ഞിനെ നടുറോട്ടിലാക്കി വെച്ചിട്ട് എന്റെ ജീവിത പങ്കാളി, ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് വേറെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവരങ്ങനെ ജീവിതത്തിലേക്ക് കളഞ്ഞിട്ട് എന്റെ മോളെ കളഞ്ഞിട്ട് പോകുന്നതായി. എന്റെ മോളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പുറത്ത് 2014 റിലീസാകുവാനിടയായി. 2014 വരെ അതിനകത്ത് കിടന്നു. 2014 കഴിഞ്ഞ് എനിക്ക് റിലീസ് ഡേറ്റ് ഒന്ന് ദൈവം അനുവദിച്ചു തന്നു. 2014 1-ാം മാസം ഞാൻ റിലീസായി. 1-ാം മാസം റിലീസായി. 2-ാം മാസം 3-ാം തീയതി പിതാവ് കുമാരൻ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞാൻ സ്നാനപ്പെടുവാനിടയായി. അതിനുശേഷമായി ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി പലതായിരിക്കുന്ന വഴികൾ സത്യസന്ധമായി ജീവിക്കും. എന്റെ വായി തുറന്ന ചീത്ത മാത്രമേ പറയത്തുള്ളൂ, കള്ളം മാത്രമേ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു. എപ്പോ 2005 മുമ്പ് കർത്താവിന് 2006 6-ാം മാസം 26-ാം തീയതി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. യേശുവിനെ സ്വീകരിച്ച ദിവസമാണ് എന്റെ പിറന്ന ജന്മദിവസമായിട്ട് ഞാൻ ഇന്നുവരെ കരുതിക്കൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ ജനിച്ചത് ഏത് വർഷമാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഏത് മാസം ജനിച്ചതെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ എന്റെ ജാതിയാണെന്ന് ആരാന്ന് എനിക്കറിയത്തില്ല, എന്റെ കുളം എന്താണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്കായി യേശു ക്രിസ്തു എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെന്ന് പറയുവാൻ മാത്രം ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2014 പുറത്തു വരുവാനിടയായി. 2014 പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ എന്റെ ജീവിതത്തിലേക്ക് ഒരു സംഭവം സംഭവിച്ചു. എന്റെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോയി, എല്ലാം വിട്ടിട്ട് പോയി. ഞാൻ ആശ്രയിച്ചിരുന്നത് എന്റെ ഭാര്യയാണ്. ഞാൻ അകത്ത് കിടക്കുമ്പോ ഞാൻ ഒരുപാട് ആശ്രയിച്ചു. കർത്താവിനെ ആശ്രയിച്ചതിന് ശേഷം എന്റെ ഭാര്യയെ ആശ്രയിച്ചു. പുറത്തേക്ക് പോയാ അവളെങ്കിലും ഉണ്ടല്ലോ ഒരു നേരം ആഹാരം തരുവാനും എന്തോ അവരുടെ കൂടെ ജീവിക്കാൻ ഒരുപാട് കൊതി പിടിച്ച് നടന്നായിരുന്നു. പക്ഷെ അതിലും അവസാനിച്ചു. ഞാൻ ആരെയും ആശ്രയിക്കുന്നത് കർത്താവിന് ഇഷ്ടമില്ലാന്ന് തോന്നി. ഞാൻ വക്കീലിനെ ആശ്രയിച്ചു, ഞാൻ എന്റെ കുടുംബത്തെ ആശ്രയിച്ചു, എന്റെ സുഹൃത്തുക്കളെ ആശ്രയിച്ചു, എല്ലാവർക്കും ആശ്രയിച്ചു. ഒന്നിലൊന്നും രക്ഷ കിട്ടിയില്ല. പക്ഷെ ഇത് ഞാൻ മനസ്സിലാക്കി, ഇതൊക്കെ കിട്ടാതെ വരാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ആശ്രയം എവിടെയായിരിക്കുന്നു എന്ന് ദൈവം നല്ല അറിഞ്ഞിട്ടുണ്ട്. ആ ആശ്രയത്തിനെ മുഴുവതും നമ്മൾ ഇന്ന് ദൈവം അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ ആശ്രയം കർത്താവിനെ മാത്രം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ സ്വർഗം തുറന്നു വന്ന് ഇറങ്ങി വന്ന് മറുപടി തരുന്ന ഒരു കർത്താവിനെ സേവിക്കുന്നതാണ് നമ്മളും നിങ്ങളും. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവിനെ മാത്രം ഞാൻ മുറുകെ പിടിച്ചതോടെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവത്തിന് പറഞ്ഞതുപോലെ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. അങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഇറങ്ങുവാനിടയായി. 3 കോടതിയാണ് എന്റെ കേസുണ്ടായത്. 3 അല്ല 5 കോടതിയിൽ. 5 കോടതിയിൽ, ഒരു കോടതിയിൽ 28 കേസും, ഒരു കോടതിയിൽ 13 കേസും, ഒരു കോടതിയിൽ 1 കേസും, ഒരു കോടതിയിൽ 4 കേസും, ഇങ്ങനെ പലതായിരം കോടതിയിൽ ശിക്ഷകൾ കിട്ടിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ദൈവം കുറിച്ചിരിക്കുന്ന സമയത്തിന്
ആർക്കും മാറ്റാൻ കഴിയില്ല. ദൈവം ഒരു മനുഷ്യന്റെ വാതിൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവം തന്നെ തുറക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തേക്ക് ദൈവം തന്നെ അത് തുറക്കാൻ പറ്റും. മനുഷ്യൻ അടച്ചതിനെ ദൈവം തുറക്കാൻ പറ്റും, പക്ഷെ ദൈവം അടച്ചതിനെ മനുഷ്യനെ കൊണ്ട് തുറക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിലേക്ക് മനുഷ്യൻ അടച്ചത് ദൈവം തുറക്കേണ്ട സമയം വരുമ്പോ ദൈവം തുറക്കുവാനുള്ള അതിനെ ഒരു മനുഷ്യനും തടയുവാൻ കഴിഞ്ഞ കാരണം എന്താണെന്ന് പറയുമ്പോ, എന്റെ കേസിൽ തന്നെ വെളിയിൽ വിടാൻ അവർക്ക് ആർക്കും സമ്മതമില്ല. അത് വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര മോശമാവില്ല, ഇനിയും മോശം ചെയ്യും എന്ന് പറഞ്ഞ് എന്റെ റിലീസ് ഡേറ്റിനെ പോലും അവർ മാറ്റി ഒളിച്ചു വയ്ക്കുവാനിടയായി. ഒരു സഹോദരൻ നമ്മൾ അറിയുന്ന സഹോദരനല്ല, ദൈവത്തെ അറിഞ്ഞ സഹോദരനല്ല, യഥാർത്ഥ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കേസിന് നോക്കട്ടാന്ന് പറഞ്ഞപ്പോ എന്റെ കേസിന് അത്ഭുതകരമായി വിടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുവാനിടയായി. അവിടെ നിന്ന് കടന്നുപോയി ഓഫീസിൽ നിന്ന് പോയപ്പോ ഓഫീസുകാരൻ പറഞ്ഞു, എനിക്ക് എന്തിനാണ് ആ വിടുതൽ, ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് തന്നെ മാറ്റി വെച്ചതാണ്, നീ വെളിയിൽ പോയിട്ട് എന്തെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതോട് ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ തന്നില്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതി പോകാന്ന് പറഞ്ഞു. സുപ്രീം കോടതി വരെ പോയി. അതിനുശേഷമായിട്ട് ദൈവം എന്നെ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിലേക്ക് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. 2014 ഞാൻ യേശു ക്രിസ്തുവിനെ ഏറ്റുകൊണ്ട് അതിനകത്ത് കൊള്ളാവുന്നവരായി മാറുന്നവരെ ദൈവം വിടണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു. 2014 ഞാൻ വെളിയിൽ വരുവാനിടയായി. ഞാൻ വെളിയിൽ വന്നപ്പോ എല്ലാ നന്മയൊന്നും എനിക്ക് നടന്നിട്ടില്ല. എല്ലാ നന്മകളും സുഖകാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വന്നു നോക്കുമ്പോ എന്റെ മോള് ഒരു പ്രാന്തിയെ പോലെ കിടക്കുവാനിടയായി. എന്താണെന്നറിയാമോ, ഒരു വയസ്സിൽ അച്ഛൻ വിട്ടിട്ട് പോയി. നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല. തന്റെ അച്ഛന്മാർ ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോ എനിക്കൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ നല്ല മുട്ടായി മേടിച്ചു തരുമല്ലോ, നല്ല ആഗ്രഹം. ഞാൻ ഏതുപോലെ പട്ടിണി കിടന്നു അതുപോലെ ഒരുപാട് പട്ടിണി എന്റെ കുഞ്ഞ് കിടന്നിട്ടുണ്ട്. കുഞ്ഞിന് നിങ്ങൾ അന്നൊക്കെ 2014 വെളിയിൽ വരുമ്പോ എന്റെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയാത്ത ഒരു മനുഷ്യന് പോലും കാണത്തില്ല. അതുപോലെ അവൾക്ക് ഭ്രാന്ത് പിടിച്ചു, മുടിയൊക്കെ വെളുത്തു, തലയൊക്കെ ചൊരി പിടിച്ചു, ശരീരം ചൊരി പിടിച്ചു, എല്ലാം തീർന്നു പോയിരുന്നു. അവൾക്ക് പഠിത്തം നഷ്ടപ്പെട്ടു പോയിരുന്നു, ഒരു വിദ്യാഭ്യാസം എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. 2014 എന്റെ മോളെ തൊട്ടു നോക്കുമ്പോ ഒരു എല്ല് മാത്രമേ എന്റെ മോളെ എന്റെ കയ്യിൽ കിട്ടുവാനിടയായി. കാരണം അച്ഛനില്ല, പെറ്റ അമ്മയും അവളെ വിട്ടേച്ചിട്ട് പോയി. അവൾ നടു റോട്ടില് ആർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടും. അവൾക്ക് ബുദ്ധിയില്ലാതെ പോയി, ചെവിയൊക്കെ മന്ദമായി പോയി, തലയൊക്കെ ചൊറി പിടിച്ചു. എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയവളായി കിടന്നു. പക്ഷെ ഞാൻ പോയി നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ ദൈവം സമയത്തിലേക്ക് ഏൽപ്പിക്കുവാനിടയായി. എന്റെ മോൾക്ക് അപ്പോ ഒരു 9 വയസ്സിരിക്കും. 9 വയസ്സ് വരെയും എന്റെ മോള് എന്നെ അപ്പാന്ന് വിളിച്ചിട്ടില്ല. കാരണം അപ്പാവെ അറിയില്ല. എന്റെ അപ്പ ആരാന്നറിയാം, പക്ഷെ അപ്പാന്ന് വിളിക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു. ഞാൻ പുറത്തേക്ക് വന്ന ഉടനെ എന്റെ മോളെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ മോളെ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, ഞാൻ ആണുങ്ങളോട് ഞാൻ ഇടപെടത്തില്ല, എനിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറന്തള്ളി വെച്ചിട്ട് ഓടുവാനിടയായി. എന്റെ മോളെ കൊണ്ടുപോയി എന്നെ കുളിപ്പിച്ച് തടതൊട്ടാൻ പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് തട്ടി വെച്ചിട്ട് അവൾ നേരെ പോയി എന്റെ ചേച്ചിയുടെ അടുത്ത് ഓടിപ്പോവും. അങ്ങനെയാണ് അവളായിരുന്നു. അപ്പാന്ന് വിളിച്ചിട്ടില്ല. അവൾ ആദ്യമായിട്ട് എന്നെ അപ്പാന്ന് വിളിക്കുന്നത് 10 വയസ്സ് അപ്പുറമാണ് എന്നെ അപ്പാന്ന് വിളിച്ചത്. ആ വിളി കേട്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അത് മാത്രമല്ല, എന്റെ മോളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പോകുമ്പോ അവൾ പൈത്യം, അതായത് അവൾക്ക് ഭ്രാന്ത് പിടിച്ച പോലാണ് അവളായിരുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ, എന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കാൻ തുടങ്ങിയപ്പോ, എന്റെ കർത്താവ് എന്റെ മോളെ ഇന്ന് എന്റെ മോൾ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് 2ാമത് കൊല്ലം വരുന്ന 15-ാം തീയതി എന്റെ മോൾ ബൈബിൾ കോളേജ് 2 വർഷം പൂർത്തീകരിച്ചിട്ട് പുറത്തേക്ക് വരുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഈ വരുന്ന 8-ാം മാസം എന്റെ മോൾക്ക് വിവാഹമാണ്. എന്റെ മോൾക്ക് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. അവളുടെ ജീവിതം തകർന്നു പോയി എന്ന് എല്ലാവരും പറഞ്ഞപ്പോ ഇന്നൊരു നല്ലവർ ദൈവ വേലക്കാരനാണ് ദൈവം അവൾക്ക് വേണ്ടി നിയമിച്ചു വെച്ചു. ഒരു വലിയ സഭയിലേക്ക് ഞങ്ങൾ നയിക്കാൻ പോകുന്നു. അത് മാത്രമല്ല, ഏത് ജാതികൾ ഞങ്ങളെ തള്ളപ്പെട്ടോ, ഏത് ജനങ്ങൾ ഞങ്ങളെ ചേർക്കാൻ പാടില്ല എന്ന് ഒതുക്കി വെച്ചോ, അതിനെക്കാട്ട് കൂടിയ ജനങ്ങൾ മധ്യയിലെ കൂടിയ ജനങ്ങൾ ജാതികളുടെ ഇടയിലാണ്. ഞാൻ ജാതി പറയുന്നത് നിങ്ങൾ ഒന്ന് തെറ്റാ വിചാരിക്കരുത്. ജാതിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒരുത്തിന്റെ അഡ്രസ് മാറ്റുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യർ മറ്റവരെല്ലാം കുറ്റം പറഞ്ഞ് കുറവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനെയൊക്കെ നേരിതിരുത്തി ഇവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കർത്താവിന്റെ മക്കളായി മാർത്തിയതിനു ശേഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്റെ മോളെ വിവാഹം ചെയ്യാൻ പോകുന്നത്. എത്ര സന്തോഷം! എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വെളിയിൽ വന്നപ്പോ എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആഹാരം തരാൻ എനിക്ക് ബന്ധുക്കളില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട ശേഷവും എനിക്ക് അതുപോലെ അനുഭവം ഉണ്ടായി. രാത്രി വേളയില്
ഈ ഉച്ച സമയം ആകുമ്പോ ഞാൻ ചെന്ന് ആരുടെ വീട്ടിന് മുറ്റത്തെങ്ങൾ നിൽക്കും. ഞാൻ ചെറിയ പ്രായത്തിലുള്ളപ്പോ പിച്ച മേടിച്ച് കഴിച്ചിട്ടുണ്ട്, ഒരുപാട് കഴിച്ച് തിന്നതാണ്. അപ്പൊ എനിക്ക് അറിയാത്ത വയസ്സാ. പക്ഷെ നല്ല പ്രായം വന്നപ്പോ എങ്ങനെ പിച്ച കഴിക്കാൻ കഴിയും? നല്ല ആരോഗ്യമുണ്ട്, നല്ല ബലമുണ്ടല്ലോ. ഞാൻ ജയിലിൽ വിട്ട് വന്ന ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത്. ആദ്യം തുടക്കത്തിൽ വന്നപ്പോ ഞാൻ ചെന്ന് ഒരു വീട്ടിൽ മുറ്റത്തേക്ക് ചെന്ന് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ കൈകെട്ടി നിന്നിട്ടുണ്ട്. അവർ ഭക്ഷണം തരുവോ? എന്റെ മോളെ ഞാൻ സ്കൂളിലേക്ക് അയച്ചു വിടും. എന്ന് വെച്ചാ മോള് സ്കൂളിൽ പോയാൽ ഉച്ച ഭക്ഷണം അവിടെ സ്കൂളിൽ കൊടുക്കുമല്ലോ. അവിടെ കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എല്ലാവരും ചോറ് വെച്ച് വീട്ടിലേക്ക് എടുത്തിട്ടോന്നാ കഴിക്കും. പക്ഷെ എന്റെ മോള് അവിടുത്തെ ഭക്ഷണം കഴിച്ചാണ് എന്റെ മോള് ജീവിച്ചു വന്നത്. ഞാൻ ഇതൊക്കെ കണ്ടയച്ചിട്ട് വേറെ ഒരു വീട്ടുമുറ്റത്ത് പോയി നിന്നു. എന്ന് വെച്ചിട്ട് അവർ ആഹാരം തരാൻ ചോറ് കഴിക്കുവോ എന്ന് ചോദിക്കുവോ എന്ന് ബന്ധുക്കളുടെ വീട്ടുവാതിലേക്ക് പോയി അനേക ദിവസങ്ങൾ നിന്നിട്ടുണ്ട്. എന്റെ കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്റെ മോളെ കൈ പിടിച്ചോണ്ട് ഞാൻ തെരുവായി സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ സമയത്തിലൊക്കെ എന്റെ മോളുടെ സ്കൂളിൽ അവധി വരുമ്പോഴൊക്കെ എന്റെ മോളെ വിളിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കും. പക്ഷെ അതിൻ്റെതായിരിക്കുന്ന മാന്യത ദൈവം ഇന്ന് എന്നെ വെച്ചിരിക്കുന്നു. നട് റോട്ടിൽ കടന്ന് വ്യക്തിയായിരുന്നു, റോട്ടിൽ കടന്ന് ഉറങ്ങിയ വ്യക്തിയായിരുന്നു. ഞാൻ കേരളത്തിലൊക്കെ കടന്നു വരുമ്പോ, ഞാൻ 2005 കടന്നു വരുമ്പോ ഏത് കടാവന്തിയിലാണ് ഇന്ന് രാത്രി അന്തി ഉറങ്ങുന്നുള്ള ജീവിച്ച ദിവസങ്ങളുണ്ട്. ഏത് സ്കൂളിലാണ് ഇന്ന് അന്തി ഉറങ്ങാൻ പോകുന്ന ജീവിച്ച എന്റെ ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങളുണ്ട്. പക്ഷേ 2014 കഴിഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിന്റെ വേലയിലായപ്പോ ഇന്ന് കേരളത്തിലാണ് ഇറങ്ങപ്പെടുമ്പോ എന്നെ കയറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി കാറിനെ ദൈവം കൊണ്ടുവന്ന് നിർത്തുന്നു. അവരുടെ വീട്ടിനകത്ത് എന്നെ കിടത്തി ഉറക്കുവാനില്ല. ഇത് എങ്ങനെ കിട്ടിയത്? ഈ ലോകം തന്നില്ല. ഈ ലോകത്തിൽ അടിക്കുന്ന ഒരുത്തരെ എനിക്ക് തരുവാൻ സാധിച്ചില്ല. പക്ഷെ എന്റെ കർത്താവ് എനിക്ക് ഇന്ന് തന്നു. ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് ദൈവം എന്നെ നിർത്തി വെച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ വരുമ്പോ 1.5 സെന്റ് സ്ഥലമേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സ്ഥലത്ത് ഒരു ചെറിയ വീടും ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിഞ്ഞു പോയി. അവിടെ ഒരു അമ്പലം പണിത് വെച്ചിരുന്നു. ആ അമ്പലമൊക്കെ ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ ഒരു കൂട്ടായ്മ തുടങ്ങി. അവിടെ 10-30 പേര് വിശ്വാസികൾ കൂടി വരുവാനിടയായി. ഇന്ന് അതിനെക്കാട്ടും വലിയ ഒരു ചർച്ച് പണിയുവാൻ ദൈവനെ സഹായിച്ചു. ചർച്ചിലെ പണി പൂർത്തിയായിട്ടില്ല. ഇനി കുറെ പണികളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനപ്പുറമായി ഞാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ 2014 വെളിയിൽ വന്നു. എന്റെ ജീവിതം എന്റെ മുകളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. 2016 ഞാൻ യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചത് 6-ലാണ്. 2016 ദൈവത്തിന്റെ വേലയിൽ ഞാൻ മുഴുവനായിട്ട് സമർപ്പിക്കുവാനുള്ള അതിനിടയിൽ എന്റെ ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളി എനിക്ക് കടന്നു വരുവാനിടയായി. അവളെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവത്തോട്, ദൈവമേ അവൾ മടങ്ങി വന്നാണ് സ്വീകരിക്കാൻ പറഞ്ഞു. പക്ഷെ അവൾ 1 അല്ല 2 അല്ല 3 ജീവിതം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഞാൻ കർത്താവിന് വേല ചെയ്യണല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോ എനിക്കൊരു ജീവിത പങ്കാളിയെ ദൈവം തരുവാനിടയായി. ആ ജീവിത പങ്കാളിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബമായിട്ട്. അതിനൊരു മോനുണ്ട്, അവന് 8 വയസ്സായി. ഇപ്പൊ അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ശക്തമായി ഞങ്ങളെ പല സ്ഥലത്തിലേക്ക് ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു വരുന്നു. രാത്രി വേളയിൽ അനേക പ്രേത പിടിച്ചവരെ ഓട്ടിക്കാൻ ദൈവം സഹായിക്കുന്നു. അനേകവർക്ക് വിടുതൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു നേരം ആഹാരത്തിന് പോലെ ബുദ്ധിമുട്ടി നടന്ന് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ 10 പേർക്ക് ഞങ്ങൾ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ന് ഒരു കുടുംബത്തിനെ ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ ആഹാരമില്ലാതെ നടന്നോ നമ്മളെ തേടി വരുന്നവർക്ക് ആഹാരമില്ലാതെ പോകാൻ പാടില്ല എന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ച് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അത് മാത്രമല്ല, ആദിവാസി ഇടയിലെ ചെന്ന് ദൈവത്തിന്റെ വേല ചെയ്യുന്നു. ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ പോലെ ഇതുപോലെ ഒരു കൂട്ടം ജനങ്ങൾ ഒരുപാട് ഫലത്തിൽ കിടപ്പുണ്ട്. അവരുടെ ഇടയിൽ ഞാൻ ഈ കർത്താവിന്റെ വേലയില് വ്യാപരണമായി ചെയ്തുകൊണ്ട് വലിയ ഒരു പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നു. കർത്താവ് അവിടെയൊക്കെ ഞങ്ങളെ സഹായിച്ചു. 2014 വെളിയിൽ വരുമ്പോ എല്ലാം തീരുമാനിച്ചു, എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞപ്പോ ദൈവം വീണ്ടും ഒരു ജീവൻ തന്നു. ഞാൻ പറഞ്ഞല്ലേ, എന്റെ ജീവിതത്തിലേക്ക് ആരുടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ, ഏത് കുഞ്ഞ് ജനിച്ചാലും ഒരു 2 മാസം 3 മാസം വരെ പേര് വയ്ക്കും. പക്ഷെ എനിക്ക് 7 മാസം വരെ എനിക്ക് എന്റെ അമ്മ പേര് വെച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ മരിച്ചു പോകുന്നുള്ള തീരുമാനിച്ചിരുന്നു എന്റെ അമ്മ. എനിക്ക് പേരിടാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഒരു അമ്പലത്തിൽ പോയി, ഞങ്ങളുടെ നാട്ടിലെ ഒരു മഹാലിംഗം എന്ന് പേര് വയ്ക്കുന്ന ഒരു അമ്പലമുണ്ട്. അവിടെ പോയാണ് എനിക്ക് പേരിട്ടത്. ആ പേരിട്ട ശേഷമാണ് ജീവിതം ഉണ്ടായതെന്ന് അവര് വിചാരിക്കുന്നു. ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചത്. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ
എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് എന്നെ അന്ന് ചാകുവാൻ ദൈവം തീരുമാനിച്ചില്ല. ഇന്ന് അനേകവരുടെ മധ്യയിലെ ഈ കർത്താവിനെ സാക്ഷീകരിക്കാൻ വേണ്ടി അന്ന് ദൈവം മരിക്കാൻ എന്നെ സമ്മതിച്ചില്ല. ഒരുപാട് പ്രാവശ്യം മരുന്ന് കഴിച്ചിട്ടും ഞാൻ ചത്തിട്ടില്ല. മരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴൊക്കെ എന്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. ഇങ്ങനെ കടന്നു വന്നു കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ വേണ്ടി ദൈവം എന്നെ ഒരുക്കി വെച്ചു. ഇന്ന് ഈ ദേശത്തിൽ കർത്താവിന്റെ വേലയിൽ ഞാൻ ആയിരിക്കുന്നു. അനേക കുടുംബങ്ങൾ ഈ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബൈബിൾ വചനം പറയുന്നത് സത്യമാ. ഏത് മനുഷ്യനെയും, എന്റെ ജീവിതത്തെ നിങ്ങൾ കേട്ടല്ലോ, ഇരുട്ടിന്റെ അനുഭവം, ഇരുളിന്റെ അനുഭവം, ഏത് ജീവിതത്തിൽ തകർന്നു പോയ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോ ഞാൻ സത്യമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. സത്യം പറയാൻ ഒരു വാക്കെടുത്ത 1000 വാക്ക്, ഒരു 10 വാക്ക് പറയുമ്പോ 10 വാക്കിൽ 5 വാക്ക് ചീത്തയായിരിക്കും, 3 വാക്ക് കള്ളമായിരിക്കും, 2 വാക്ക് നല്ല വാക്കായിരിക്കും. അങ്ങനെ ജീവിച്ച വ്യക്തിയാണ് ഇന്ന്. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതിന് ശേഷം പറയുന്നതെല്ലാം സത്യം പറയണം, ഉള്ളത് പറയണം, ജീവിതത്തിൽ ഉള്ളത് മാത്രം പറഞ്ഞ് അതിനകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷം ദൈവം എന്നെ മാനിക്കുവാൻ തുടങ്ങാൻ ഇടയായി. ഞാൻ പറയട്ടെ, ഇന്ന് പലവരുടെ ജീവിതത്തിലേക്ക് ഒരു സത്യമില്ലാത്തത് കൊണ്ടാണ് ആ സത്യത്തിലേക്ക് നടക്കാൻ കഴിയുന്നില്ല. ജീവിതം ഒരു പുനർജീവം ഉണ്ടാകുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ 1ാം ക്ലാസ് പഠിച്ചിട്ടില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പട്ടാളത്തിൽ ചേർന്നെന്ന്. പട്ടാളത്തിൽ ചേർന്ന് പട്ടാളക്കാരനെ പോലെ യുദ്ധം ചെയ്ത് ഈ ദേശത്തെ കാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പഠിക്കാത്തവനെ പട്ടാളത്തിൽ ചേർക്കാൻ വഴിയില്ല എന്ന് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സത്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ ഒരു പട്ടാളക്കാരനെ പോലെ ജീവിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഒരു അധികാരിയെ പോലെ എന്നെ ജീവിക്കാൻ ദൈവം സഹായിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഒരു സാക്ഷ്യം കൂടി ഇങ്ങനെ പറഞ്ഞു പോകാം. ഞാൻ ആദ്യമായിട്ട് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യം എന്റെ മനസ്സിൽ കയറി വരുന്ന പറയാം. ഞാൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഹാളിനകത്ത് കയറിയപ്പോ അവിടെ ആ ഹാള് എന്താണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഹാളിനകത്ത് കയറി വെച്ചിട്ട് പോയപ്പോ ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിക്കകത്ത് കയറി നോക്കിയപ്പോ ലൈറ്റ് അടിച്ച് നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. ആ മനുഷ്യന് മീശയില്ല. ഇന്ന് ഞാനിപ്പോ കുറച്ച് ഡാഡി വെച്ചിട്ടുണ്ട്, മീശയൊക്കെ വെക്കത്തില്ല. ഞാൻ മീശ വെച്ച് നോക്കുമ്പോ ഒരാൾ മീശയില്ലാത്ത ഒരു മനുഷ്യൻ കിടക്കുന്നു. ഇപ്പുറത്തുനിന്ന് ലൈറ്റ് ടോർച്ചടിച്ച് നോക്കുമ്പോ ഒരു കാതിലും കഴുത്തിലും ഒന്നില്ലാത്ത ഒരു സഹോദരി കിടപ്പുണ്ട്. ഇവരെയൊക്കെ നോക്കി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ആ വേറെ ഒരു റൂമിനകത്ത് കയറിയപ്പോ ഒരു വലിയൊരു അലിമാര ഉണ്ടായിരുന്നു. ആ അലിമാരിക്കകത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കടക്കി വെച്ചിരുന്നു. അതിന്റെ മേലെ 2 സൂട്ട് കേസ് വെച്ചിരുന്നു. ആ സൂട്ട് കേസ് ഞാൻ എടുത്തോണ്ട് വെളിയിൽ ഞാനല്ല, വേറെ സഹോദരൻ എടുത്തോണ്ട് വെളിയിൽ വന്നപ്പോ സൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോ ഞാൻ വിചാരിച്ചത് എല്ലാം ഇത്രയുള്ള അടുക്കുള്ള സാധനങ്ങളാണ് അതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് മൊത്തം പണമാ, ബ്രാൻഡിട്ടതായിരുന്നു. എല്ലാം പേസുകളാണ്, എല്ലാം മണിപ്രസുകളാണ്. ഇതിനകത്ത് മൊത്തം പണം വെച്ചിട്ടുണ്ടായിരിക്കും. അമ്മയുടെ കാലത്തില് ചേച്ചിയുടെ കാലത്തില് മാലകളൊന്നുമില്ലല്ലോ. അതൊക്കെ വിറ്റ് സ്വർണമൊക്കെ വിറ്റ് പണമാക്കി വെച്ചിരിക്കുന്നതാണ്. ഇന്ന് കിട്ടിയടാ ശരിക്ക് പണം എന്ന് വിചാരിച്ചെടുത്ത്. പക്ഷെ ഓരോന്നും തുറക്കപ്പെടുമ്പോ അത് മൊത്തം ബൈബിളായിരുന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോ ഞാൻ പറയട്ടെ, ലോകത്തിൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഭൂമിയിൽ വന്നുകൊണ്ടിരുന്ന് പറയുന്ന കാര്യത്തിന് അതൊരു വെളിച്ചമാണ്. കറുത്ത ബാൻഡിട്ട് അടയ്ക്കപ്പെട്ടതായിരിക്കുന്ന വെള്ള പുസ്തകത്തിനകത്ത്, വെള്ള പേപ്പറിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ ഓരോന്നും അന്ന് രാത്രിയിൽ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വായിക്കാൻ അറിയത്തില്ല, എനിക്ക് വായിക്കാൻ മനസ്സിലാകത്തില്ല. അന്ന് രാത്രി ദൈവം എന്നോട് ഇടപെട്ടത് രാത്രി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ കഷ്ടതയിലായപ്പോ ഞാൻ ബൈബിൾ വചനം പറഞ്ഞു, ഞാൻ കഷ്ടതയിലായത് ഗുണമായി തീർന്നു. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ബൈബിൾ വചനം പറയുന്നല്ലോ. അതുപോലെ അന്ന് ദൈവത്തിന് എന്നോട് ഇടപെട്ടതിന് ജയിലറയിൽ കഷ്ടതയിലായപ്പോ ആ വചനം എന്നെ ജീവിക്കേണ്ട വചനമായി മാറി. അതിന്റെ അടുത്ത് തൊട്ട് 2014 വെളിയിൽ വന്നു. 2005 അതിന്റെ അടുത്ത് 2014 വെളിയിൽ വരുവാനിടയായി. 2015 തന്നെ ആ ചർച്ചിന്റെ തൊട്ടടുത്തുള്ള ചർച്ചിലേക്ക് ഞാൻ കർത്താവിന് സാക്ഷിയായി നിൽക്കുവാനിടയായി. ഞാൻ വിളിച്ചു പറഞ്ഞു,
ഇതുപോലെ ഒരു ചർച്ചിനകത്ത് കയറി നിന്നുകൊണ്ട് രാത്രിയിൽ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്ററുടെയും ഭാര്യയുടെ കഴുത്തിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിനെ മോട്ടിച്ച് അറിയാതെ ബൈബിളിനെ മോട്ടിച്ചുകൊണ്ട് പോയി. പക്ഷെ അന്ന് രാത്രി എന്നെ അറിയാതെ എന്റെ കർത്താവ് എന്നെ മോട്ടിച്ചെന്ന് ഞാൻ അന്ന് സത്യം പറഞ്ഞു. ആ സത്യവചനം ആ ദേശത്തേക്ക് ഇപ്പോഴും കൂടെ ഞാൻ സാക്ഷി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നറിയാമോ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് ബൈബിൾ വചനം പറയുന്നതുപോലെ ലോകത്തിൽ ജീവിക്കപ്പെടുമ്പോൾ ഭയമുണ്ടായിരുന്നു, പാപത്തിൽ ജീവിക്കപ്പെടുമ്പോൾ ഭയമുണ്ടായിരുന്നു. പാപത്തിൽ നിന്ന് വിടുതൽപ്പെട്ടപ്പോ എന്റെ സ്വർഗത്തിൽ ദൈവം എന്നെ സ്വതന്ത്രനാക്കിയപ്പോ ഏതൊരു മധ്യയിലും സാക്ഷീകരിക്കുവാൻ ശക്തമായ ഉള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിലേക്ക് ഉണ്ടായി. ഇന്ന് ഞാൻ മീശ വെക്കാറില്ല. ഇന്ന് അതുപോലെ തന്നെ ഒരു മീശയില്ലാത്ത മനുഷ്യന്റെ മുമ്പിൽ പോയി മുഖത്തെ കാറ്റിട്ട് വന്ന് ഇന്ന് എന്റെ ഭാര്യ അതുപോലെ സ്വർണം ഉപയോഗിക്കാറില്ല. അതുപോലെ അവരെ വെറുത്തതുപോലെ തന്നെ എന്നെ ദൈവം അതുപോലെ മാറ്റി. അത് മാത്രമല്ല, ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയൊരു ചർച്ച് പണിയുവാനിടയായി. ആ ചർച്ച് വേണ്ടാന്ന് പറഞ്ഞ് ആദ്യമായി കൈയെടുത്തിട്ട ഒരു മനുഷ്യനാണ് ഞാൻ. ഇവിടെ ചർച്ച് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ചർച്ച് വേണ്ട, ഞങ്ങൾക്ക് മാരിയമ്മ മതി. ഞങ്ങൾ മാരിയമ്മ ശൂളം കുത്തിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ഞാൻ ശൂളം കുത്തിക്കൊണ്ട് ഞാൻ പോയി എല്ലാ സാരിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തീച്ചട്ടി എടുത്തിട്ടുണ്ട്, തീക്കുള്ളിയിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 200 കിലോമീറ്റർ നടന്നു പോയി ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ദർശനം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ വെച്ച് തന്നെ കർത്താവിന്റെ വേലയ്ക്കായി ജീവനെ പോലും കൊടുക്കാൻ തയങ്ങാതെ ഇവരുടെ മധ്യയിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് ഇവിടെ തന്നെ ചർച്ച് പണിയുവാനുണ്ട്. പറഞ്ഞല്ലോ, ഒരു ചെറിയ അമ്പലത്തിനെ പൊളിച്ചിട്ട് അവിടെ തന്നെ ഒരു ചർച്ച് പണിതു. അവിടെ കുറച്ച് കൂട്ടർ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു സ്ഥലത്തിൽ ഇപ്പൊ ഞാൻ ഈ കാണുന്നത് ഒരു ചർച്ചയുടെ ഇതിലാണ് ഞാൻ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഇതൊന്നും എന്റെ ജീവിതത്തിൽ അർഹതപ്പെട്ടതല്ല. ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, എന്റെ ഭാര്യനെ നഷ്ടപ്പെട്ടു പോയി. എല്ലാം ഒരുക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ഒരുപാട് ശരീരത്തിൽ ചതവുകളും ഒടുവുകളും ഇടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അതിനുവേണ്ടി മരുന്ന് കഴിക്കാൻ ദൈവം സഹായിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നെ ദൈവം ചെയ്തിട്ടില്ല. ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ ശരീരത്തിനെ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാം ദൈവം എന്നെ ശരിയാക്കി എന്റെ രോഗത്തിൽ നിന്നും എല്ലാത്തിനും മാറ്റം വരുത്തി ഇനി കർത്താവിന്റെ വേല ചെയ്ത് ഇവിടെ വരുന്നത് മാത്രമല്ല, ഒരുപാട് കർത്താവിന്റെ വേലയിൽ ആയപ്പോഴും ഞങ്ങൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് ആഹാരങ്ങൾ കിടന്നു, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടി ഞങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതിലൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം തന്നതായിരിക്കുന്ന നന്മകളെ ഇന്ന് അനുഭവിച്ചു കൊണ്ടുവരുന്നു. പറഞ്ഞല്ലേ, എന്റെ മകളുടെ പഠിത്തം എന്റെ മോൾക്ക് നഷ്ടപ്പെട്ടു പോയി. ലോകപ്രകാര പഠിത്തം 10ാം ക്ലാസ്സിലോട് അവള് തോറ്റു. പക്ഷെ ഞങ്ങൾ വീണ്ടും പഠിക്കാൻ ശ്രമിച്ചപ്പോ വഴി നടന്നില്ല. പക്ഷെ അവൾക്ക് ദൈവവിളി ഉണ്ടായപ്പോ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി അവളെ സമർപ്പിച്ചു കൊടുത്തു. അവളിപ്പോ ദൈവത്തിന്റെ വേലയിൽ ആയിരിക്കുന്നു, ഇന്നും ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ സമയത്ത് കൂടെ അവർക്ക് VBS നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ ഏത് താഴെയിൽ, അതായത് ഉഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കരം പിടിച്ച് കയറ്റിയതാണ്. ക്രിസ്തു എന്ന പാറമേൽ നിർത്തി അത് വഴുവി പോകാതെ ദൈവം നിർത്തി വെച്ചിരിക്കുന്നു. ഞാൻ 1ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല, എനിക്ക് വിദ്യാഭ്യാസം അറിയത്തില്ല. പക്ഷെ ഇന്ന് ഇംഗ്ലീഷ് വായിക്കാനും തമിഴിൽ എഴുതുവാനും പഠിക്കുവാനും മലയാളത്തിൽ വായിക്കുവാനും എല്ലാം ദൈവകൃപയാൽ എനിക്ക് ചെയ്തുകൊണ്ട് വരും. ഒരു സമയത്തിൽ ഒരു സാക്ഷ്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ മോളെ നോക്കി നാട്ടുകാർ എല്ലാവരും പറഞ്ഞ ഒരു വിഷയമാണ് കല്ലന്റെ മോളാണെന്ന് പറഞ്ഞു. എന്റെ മോൾക്ക് അങ്ങനെ ഒരു മുദ്ര കുത്തപ്പെട്ട് എന്റെ മോൾ സ്കൂളിൽ ഒതുങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ എന്റെ മോൾക്കുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ബൈക്കിൽ വരുമ്പോ ഒരു അധികാരി എന്നെ നോക്കിയിട്ട്, സാറേ തലയില് ഹെൽമെറ്റ് വയ്ക്കണം സാറേ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടെ നിന്ന് കരഞ്ഞു പോകുവാനിടയായി. കാരണം കള്ളെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ പല വാക്കുകൾ കൊണ്ട് കള്ള എന്ന് പറഞ്ഞ് എന്നെ മുദ്ര കുത്തി കേരള ഗവൺമെന്റ് കുത്തിയ സ്ഥലത്ത് തന്നെ ഒരു അധികാരി എന്നെ നോക്കി പറയുന്നത് സാറേ എന്ന് വിളിക്കാൻ. ഞാൻ ചിന്തിച്ചു, ഈ സാറേ എന്ന് വിളിക്ക് ഞാൻ യോഗ്യനാണോ? പക്ഷെ യോഗ്യനായ കർത്താവ് എന്റെ ചുമലിൽ കയറിയത് കൊണ്ടാണ് ഈ ഗൗരവം, ഈ അധികാരം എനിക്ക് തന്നത്. ബൈബിളിൽ വചനം പറയുന്നുണ്ട്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ അതിന് 21ാം അധ്യായത്തിൽ ഒരു കെട്ടപ്പെട്ട കഴുതയുടെ ഒരു സംഭവം. ആ കെട്ടപ്പെട്ട കഴുതയെ
കഴുതയെ ദൈവം അയച്ചു കൊണ്ടുവന്നപ്പോ കഴുത ദൈവത്തിന്റെ മേൽ കയറിയപ്പോ ആ കഴുതയ്ക്ക് ഉണ്ടാകുന്ന ബഹുമാനത്തെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലേക്ക് ഈ യേശു കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ എന്റെ ജീവിതത്തിലേക്ക് തരുന്ന നന്മകളെ ഇന്ന് പലവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുഖാന്തരം അനേകർ വിടുതൽ കിടക്കുന്നു. എല്ലാവർക്കും വിടുതൽ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനേക ജനങ്ങൾ മധ്യയിലെ ഇതുപോലെ 2-3 തലത്തിൽ കൂട്ടായ്മകൾ ആരംഭിച്ചു നടത്തി വരുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഈ സാക്ഷ്യത്തിൽ കൂടി നിങ്ങൾ കേൾക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് മുട്ടുമടക്കണം എന്നുള്ള ഒരു വൈരാഗ്യത്തോട് ഞാൻ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വലിയൊരു വിടുതലായി തീരുമെന്നുള്ള ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഏത് സാഹചര്യത്തിലായാലും ഏതൊരു സമയത്തിലായാലും ഈ കർത്താവ് നിങ്ങളെ വിടുവിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുപോയി. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും ഇത് ഞങ്ങൾ ലൈവായി ചെയ്തുകൊണ്ടിരുന്നാലും ഇത് മറ്റവരുടെ സാക്ഷ്യമല്ല, എന്റെ അനുഭവമാണ്. ഇന്ന് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ വന്ന് നോക്കണം. ഈ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്തിൽ വന്ന് നോക്കണം ഈ കർത്താവ് എന്നെ എന്തുമാത്രം മാനിച്ചിട്ടുണ്ടെന്ന്. ഇന്നും മാനിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അവിടേക്ക് ദൈവത്തിന്റെ കരം കൂടുണ്ട്. വരുന്ന ദിവസങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം, നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസം 8 മാസം 20-ാം തീയതി എന്റെ മോളിലേക്ക് കല്യാണമാണ്. ആ കല്യാണത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പൂർണ്ണമായി ദൈവവേലയിലായിരിക്കുന്നത് കൊണ്ട് ചർച്ചയുടെ പണിയും തീർന്നിട്ടില്ല. ചർച്ചയുടെ പണിക്ക് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവരെയും സന്തോഷത്തോടെ ഞങ്ങളുടെ സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർക്ക്, സഹായിക്കാൻ പറ്റുന്നവർക്ക് തമിഴ്നാട്ടിൽ വന്നാൽ ഞങ്ങളെ കാണാം. ഇവിടെ ചെയ്യുന്ന വേലകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ദിവസങ്ങൾ താന്നിരിക്കുന്നു. ഈ ജോയ്സ് എന്ന് പറയുന്ന ടിവിയിൽ കൂടെ എനിക്ക് ഈ സാക്ഷ്യം പറയുവാനും ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനെ ഞാൻ ഹൃദയപ്രകാരം നന്ദി പറയുന്നു. സിസ്റ്ററിന് നന്ദി പറയുന്നു. ഈ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവ സാക്ഷ്യം ഇന്ന് കേൾക്കുവാൻ വലിയവനായ ദൈവം ജീവിതത്തിൽ സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ നാടോടികളായി ജീവിച്ച് മുമ്പോട്ട് പോയിരുന്ന മഹാലിംഗം എന്ന മനുഷ്യനെ ജയിലിന്റെ ഉള്ളറകളിൽ വെച്ച് ദൈവവചനം സന്ദർശിച്ച് ഇന്ന് ഒരു ബെഞ്ചമിനാക്കി മാറ്റി തമിഴ്നാടിന്റെ പ്രദേശത്ത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ തെരുവോരങ്ങളിൽ അലഞ്ഞ വ്യക്തിയെ കൊണ്ട് ആ ഭവനത്തിനകത്ത് 10 പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം ആ പ്രിയപ്പെട്ടവനെ ഉപയോഗിക്കുന്നല്ലോ. കർത്താവ് പ്രിയപ്പെട്ടവരിലൂടെ ചെയ്യിച്ചെടുക്കുന്ന എല്ലാ ആത്മീക പ്രവർത്തനങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം പറയുന്നു. കർത്താവ് പ്രിയ ബെഞ്ചമിനെയും സഹോദരിയെയും അവർക്ക് ദാനമായി കൊടുത്ത പൈതങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ആ വിവാഹം ഭംഗിയായി നടക്കട്ടെ. ചർച്ചിന്റെ പണികൾ നടക്കട്ടെ. പട്ടണത്തിൽ ദൈവം പിന്നെയും ഉപയോഗിക്കട്ടെ. കണ്ണുലടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ബെഞ്ചമിൻ ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ കണ്ണുകൾ അടച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം കർത്താവെ അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ജോയ്സ് ടിവി എന്ന് പറയുന്ന ഈ ചാനലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി അനേക പേർക്ക് ഇതൊരു അനുഗ്രഹമായി തീരണം കർത്താവെ. എന്നെ പോലെ കർത്താവെ പുറഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന സാക്ഷ്യങ്ങളെ വെളിയിൽ കൊണ്ടുവന്ന് അനേക പേർക്ക് വെളിച്ചം കാട്ടുന്ന ഒരു ചാനലായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കർത്താവെ, തകർന്ന ജീവിതത്തിനെ കർത്താവെ ഒരു പുനർജീവിതം ഉണ്ടാക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് സാക്ഷ്യം കേൾക്കുവാൻ ദൈവടയാക്കിയല്ലോ. അതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉരുവാക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ഇതിനകത്ത് കർത്താവെ ഈ ചാനലിനെ ദൈവം അനേക രാജ്യങ്ങളിലേക്ക് ദൈവം
കടത്തിവിടണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത് മുഖാന അനേകവർക്ക് കർത്താവേ ഈ സാക്ഷ്യ മുഖാന്തരം അനേകർ വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് നടത്തുന്നതായിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും ദാസിയും അനുഗ്രഹിക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകവർക്ക് ഇവരുകൾ ഒരു അനുഗ്രഹമായി മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ സ്വത്രം യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണേ സ്വർഗത്തിലെ നല്ല ദൈവമേ. ഓക്കെ, ദേവദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.